born and brought up in a Christian devoted family. Somewhere near, in the high range near Kattappana, a place called Elapara. കട്ടപ്പനയിനടുത്തുള്ള ഏലപ്പാറ എന്ന സ്ഥലത്ത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു എങ്കിലും Yes, and I spent my childhood in Kerala till 8 years old. 8 വയസ്സ് പ്രായം വരെ ഞാൻ കേരളത്തിൽ എന്റെ ബാല്യകാലം ചിലവഴിച്ചു. Then for the sake of my education, my mother put me in a hostel in Nagarkoil and put me in a good school. നാഗർകോവിലുള്ളതായ ഒരു സ്കൂളിൽ എന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്റെ മാതാവ് എന്നെ കൊണ്ടാക്കി. After completion of my high school, God in His own way took me to various places, and first I went to Bombay and worked there for about 9 years. ഹൈസ്കൂളിലെ എന്റെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ദൈവം തന്നെ എന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. ആദ്യമായി എന്നെ ബോംബെയിൽ കൊണ്ടുപോകുകയും 9 വർഷം അവിടെ ജോലി ചെയ്യുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. In those days I could understand God's perfect plan and purpose concerning my life. ആ ദിവസങ്ങളിൽ എന്നെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ആ നിത്യ ഉദ്ദേശവും പദ്ധതിയും എനിക്ക് ഗ്രഹിക്കാൻ സാധിച്ചു. I had the privilege to be in the house of God for 2 years with Pastor T.U. Thomas. 2 വർഷക്കാലം പാസ്റ്റർ ടി.യു. തോമസിനോടൊപ്പം കർത്താവിന്റെ വീട്ടിലായിരിക്കുവാനുള്ള ഭാഗ്യവും ദൈവം എനിക്ക് നൽകി. I should say he was my mentor in my spiritual life. എന്റെ ആത്മീയ ജീവിതത്തെയും എന്റെ മാർഗനിർദ്ദേശിയായിരുന്നു താൻ എന്ന് എനിക്ക് പറയാം. And through him I could understand God's perfect plan for my life. തന്നിൽ കൂടി എന്റെ ജീവിതത്തിൽ ദൈവത്തിന് എന്നെ കുറിച്ചുണ്ടായിരുന്നതായ ആ സമ്പൂർണ്ണതയുടെ പ്രവൃത്തി ഉദ്ദേശം എന്തെന്ന് എനിക്ക് ഗ്രഹിക്കാൻ സാധിച്ചു. On the 8th day of my birth, my mother dedicated me to this ministry. ജനിച്ച് 8 ദിവസം തികഞ്ഞപ്പോൾ തന്നെ ഈ ശുശ്രൂഷയ്ക്കായി എന്റെ മാതാവ് എന്നെ പ്രതിഷ്ഠിച്ചു. So he used to always tell me that I am for the Lord and I should never become worldly and I must always live in the fear of God and grow in the knowledge of the word of God. ഞാൻ ദൈവത്തിനുള്ളവനാണ്, ആകയാൽ ഒരിക്കലും ഞാൻ ലോകപരമായ ഒരു ജീവിതം നയിക്കരുത്, ദൈവഭയത്തിലും ദൈവപരിജ്ഞാനത്തിലും ഒത്ത ഒരു ജീവിതം ഞാൻ നയിച്ച് വളർന്നു വരണമെന്ന് എന്റെ മാതാവ് എപ്പോഴും എന്നെ ഉപദേശിക്കുമായിരുന്നു. So by the grace of God I took active part in the Sunday school ministry, in the youth ministry in my young days. ആകയാൽ എന്റെ യൗവന പ്രായത്തിൽ തന്നെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളിലും യുവജന പ്രവർത്തനങ്ങളിലും ഞാൻ അധികം ഇടപെട്ടു. God gave me exemplary and most perfect leaders, the saints, to mold my life. എന്റെ ജീവിതത്തെ ഉരുവാക്കേണ്ടതിനായി മാതൃകാപരമായുള്ള ഏറ്റവും നല്ല വിശുദ്ധന്മാരെയും ദൈവം എനിക്ക് നൽകി. Yes, Pastor M.G. Abraham was a very good disciplinarian and he disciplined my life in those days. വളരെയധികം ക്രമപരിപാലനങ്ങൾ ചെയ്യുന്നതായ പാസ്റ്റർ എം.ജി. ഏബ്രഹാം അന്നുണ്ടായിരുന്നു. താനും എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. Yes, when I joined the ministry in the year 1980, 1980 ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ I came to Adayar for my training. എന്റെ ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ അടയാറിൽ വന്നു. And I was there just for a very short spell of time, 5 months. അവിടെ 5 മാസക്കാലം മാത്രമേ എനിക്ക് ആയിരിക്കാൻ കഴിഞ്ഞുള്ളൂ. In those days the presence of Pastor S.B. Ernest was a great source of strength. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ എസ്.ബി. ഏണസ്റ്റിന്റെ സാന്നിധ്യം വാസ്തവത്തിൽ എനിക്ക് ബലം പകരുകയുണ്ടായി. Yes, and I used to be very closely associated with him. തന്നോടൊപ്പം ഞാൻ വളരെയധികം സഹകരിക്കുവാനും ഇടയായി. And he grafted me very strong in this faith by the grace of God. ഈ വിശ്വാസത്തിൽ ദൈവകൃപയാൽ താൻ എന്നെ വളരെയധികം ഉറപ്പിച്ചു. Yes, and God kept, as the mother testified, many saints according to his own heart to mold me and to guide me. എന്നെ ഉരുവാക്കേണ്ടതിനും എന്നെ വഴി നടത്തേണ്ടതിനുമായി മുൻപ് ആ മാതാവ് സാക്ഷ്യത്തിൽ പ്രസ്താവിച്ചതുപോലെ തന്നെ മനസ്സിനൊത്ത അനേകം ഇടയന്മാരെ ദൈവം നൽകി. And I was posted in Delhi 1981. 1981 എന്നെ ഡൽഹിയിലേക്ക് അയച്ചു. In 3 times altogether about 18 years I did the ministry in Delhi in many parts. 18 വർഷം 3 പ്രാവശ്യമായ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ കർത്തൃ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. For 9 years I was in Punjab. 9 വർഷം ഞാൻ പഞ്ചാബിലായിരുന്നു. 5 years in Calcutta. 5 വർഷം കൽക്കട്ടയിലായിരുന്നു. And 2 years in Nagpur. 2 വർഷം നാഗ്പൂരിൽ. And a short spell of time in the Gulf countries. അല്പസമയം വിദേശത്തായിരുന്നു. And now by His grace I am serving the Lord in a place called Ceylon in northeast. ഇപ്പം ദൈവകൃപയാൽ വടക്കുകിഴക്കൻ സ്ഥലങ്ങളിലുള്ളതായ ഷിലോങ്ങിൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നു. Yes, all these years of my life I had to go through many ups and downs, but as I told you earlier, God's mercies and His great faithfulness held me up. ഇത്രത്തോളം ഈ കാലങ്ങളിലൊക്കെയും പല വീഴ്ചകളും എന്റെ
ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ വിശ്വസ്തത ഇത്രത്തോളം എന്നെ താങ്ങി. His faithfulness has great mercies. ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ വലിയ കരുണയും. Every morning I used to rise up and give thanks to God mainly for these two things without fail. എല്ലാ ദിവസവും രാവിലെ മുടങ്ങാതെ ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നത് പതിവാണ്. Yes, and I wish that you also should maintain this. നിങ്ങളും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And in my ministries in the days to come, എന്റെ വരുവാനുള്ള ദിനങ്ങളിലും I wish that God must keep me in the center of His will. ദൈവം എന്നെ ദൈവേഷ്ടത്തിന്റെ മധ്യത്തിൽ കാത്തു സൂക്ഷിക്കണം. Yes, and I covet your earnest prayers for me. അതിനായി നിങ്ങളുടെ ഏവരുടെയും വിലയേറിയ പ്രാർത്ഥന ഞാൻ അഭ്യർത്ഥിക്കുന്നു. And kindly bear the northeast ministries in your daily prayers, in your family prayers too. ദൈവമായ വടക്കുകിഴക്കൻ പ്രവിശ്യയിലുള്ളതായ ആ വേലയും ഓർത്ത് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും നിങ്ങൾ താങ്ങിക്കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. Yes, in the northeast and the northeastern ministries up to Nepal, they are not like the South Indian ministries. നേപ്പാൾ വരെയുള്ളതായ ഈ വടക്കുകിഴക്കൻ രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെയുള്ളതായ ശുശ്രൂഷകൾ പോലെ അല്ല. Climates will be very, very severe. അവിടുത്തെ കാലാവസ്ഥയും വളരെ മോശമാണ്. Yes, if cold means it will come down up to 3. അവിടെ 3 ഡിഗ്രി വരെയും തണുപ്പ് താഴ്ന്നു വരാറുണ്ട്. Yes, if it is hot in summer it will go up to 46, 47, 48. ഉഷ്ണകാലത്ത് 47 ഡിഗ്രിയൊക്കെയും ചൂട് കൂടാറുമുണ്ട്. Yes, and monsoon means it will be really, the water will be logging all over the cities. Water is to log. Yes. All the climates, all the 4 climates used to be very severe there. എല്ലാ വിധത്തിലും 4 വിധത്തിലുള്ളതായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും വളരെ കടുപ്പമേറിയതാണ്. Yes, in getting accustomed to this kind of climate, the food and the culture of the people and all these things it's really a very tough journey for us, but God has been giving us enormous grace. അവിടെയുള്ളതായ കാലാവസ്ഥയോടും ആഹാരത്തോടും മറ്റു കാര്യങ്ങളോടൊക്കെയും ചേർന്ന് പോകുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും ദൈവകൃപയാൽ അതൊക്കെയും ഞങ്ങൾക്കും സാധ്യമായി വരുന്നു. Yes, so kindly keep these ministries in the north and the northeast in your daily prayers and uphold them. ആകയാൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലുള്ളതായ ഓരോ പ്രാർത്ഥനയിലും ദയവായി ഈ രാജ്യങ്ങളുടേതായ എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. And for this convention from our center, quite some sisters being the first time have come and brothers also. ഞങ്ങളുടെ സെന്ററിൽ നിന്നും ചില സഹോദരന്മാരും ചില സഹോദരിമാരും ആദ്യമായിട്ടാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. They are all much taken up by the way the ministry is getting along in these areas. ഈ സ്ഥലങ്ങളിലുള്ളതായ ശുശ്രൂഷകളിലൊക്കെയും അവരും പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു. Yes, they are much impressed. അതൊക്കെ അവർ അതിൽ ശുശ്രൂഷകളിൽ വളരെ ആകൃഷ്ടരായി തീർന്നു. The God may continue to bless their ministries all over the world. Shall we all praise God? തുടർന്നും ലോകം മുഴുവനുള്ളതായ എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. Hallelujah, 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 hallelujah. Praise your God, 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 praise your God. Generally, people like a message which is very much concerned with their material life or their physical life. പൊതുവായി ജനം തങ്ങളുടെ ഭൗമികമായ താല്പര്യങ്ങളോട് ഒത്തുചേർന്നുള്ളതായ ഒരു പ്രസംഗമാണ് ഇഷ്ടപ്പെടുന്നത്. To put it in short, a message according to their own convenience. തങ്ങളുടേതായ സ്വാർത്ഥതയ്ക്കൊത്തവണ്ണം അവരുടെ സൗകര്യത്തിനൊത്തതായ ഒരു പ്രസംഗമാണ് അവർ ആഗ്രഹിക്കുന്നത്. Message of convenience will be applauded by the audience in every place. ഇങ്ങനെ സൗകര്യപ്രദമായ ഒരു പ്രസംഗം നൽകുന്നിടത്ത് അത് ജനത്തെ എല്ലാം ആകർഷിക്കുക ചെയ്യുന്നത്. But hardly people like the truth. എന്നാൽ സത്യത്തെ ജനം ഇഷ്ടപ്പെടുന്നത് വളരെ ചുരുക്കമാണ്. Generally in the world also, when a person always speaks the truth, people don't like it. പൊതുവായി ലോകത്തിലേക്ക് നാം നോക്കുമ്പോഴും ഒരു വ്യക്തി സത്യം പറയുമ്പോൾ അത് പലർക്കും അനിഷ്ടമായി തീരുന്നു. Some of you may have that experience in your working place too. നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ നിങ്ങളുടെ ജോലി സ്ഥാനങ്ങളിൽ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. If you are very sincere and very honest and very you stand upright for the truth, perhaps people won't like you. സത്യത്തിനു വേണ്ടി നിങ്ങൾ ഉത്തമരായി നിൽക്കുന്നുവെങ്കിൽ, വിശ്വസ്തരായി പരമാർത്ഥരായി കാണപ്പെടുന്നുവെങ്കിൽ പലർക്കും അത് അനിഷ്ടത്തിന് കാരണമായി തീരും. Yes, Pastor S.P. used to teach us that if you want to be a true servant of God, you'll have lot of enemies. ഒരു യഥാർത്ഥ ദൈവ ശുശ്രൂഷകനായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെയധികം ശത്രുക്കൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് പാസ്റ്റർ S.B. ഏണസ്റ്റ് ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. Yes, so from the beginning of ministry, I used to face challenges. ആകയാൽ ശുശ്രൂഷയുടെ പ്രാരംഭ സമയം മുതൽക്ക് തന്നെ പല വെല്ലുവിളികളും എനിക്ക് നേരിട്ടു. Yes, no, I faced it. ഞാൻ നേരിട്ടു. Yes, and I liked it.
അത് ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. Yes, that made me a true servant of God. അത് എന്നെ ഒരു യഥാർത്ഥ ദൈവ ശുശ്രൂഷകനാക്കി മാറ്റി. So we too must be burdened enough to face challenges. ആകയാൽ നാമും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ തൽപരരായി തീരണം. Without problems or without challenges, you are useless. പ്രശ്നങ്ങളും വെല്ലുവിളികളും കൂടാതെ നിങ്ങൾ പ്രയോജനം അറ്റവരാണ്. Job says the true Christian life or a godly life is compared to a warfare. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു യുദ്ധത്തോട് താരതമ്യം ചെയ്താകുന്ന യോബിന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. And Saint Paul says that we are soldiers of Christ and there is a fight ahead us. വിശുദ്ധ പൗലോസ് പറയുന്നത് നാം ക്രിസ്തുയേശുവിന്റെ ഭടന്മാരാകുന്നു, നമ്മുടെ മുൻപിൽ നമുക്ക് യുദ്ധമുണ്ടെന്ന്. And he wants us all to be equipped with the spiritual armors. നാം ഓരോരുത്തരും ആത്മീയമായ ആയുധങ്ങളാൽ സജ്ജീകരിക്കപ്പെട്ടവരായി കാണപ്പെടണമെന്നും വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു. Don't be habitual and don't get accustomed to always listen to a message according to your own convenience is my first counsel to you this morning. ഈ രാവിലെ സമയം എനിക്ക് നിങ്ങളോടുള്ള ഒന്നാമത്തെ ആലോചന എന്നുള്ളത്, നിങ്ങളുടെ ഇഷ്ടത്തിനൊത്തവണ്ണം നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ളതായ ഒരു പ്രസംഗവും ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. For example, if a person is sick, ഉദാഹരണമായി ഒരു വ്യക്തി രോഗിയായി തീരുന്നുവെങ്കിൽ, if the servants of God visit him thrice in a day, ദൈവ ശുശ്രൂഷകർ ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം തന്നെ സന്ദർശിക്കുന്നുവെങ്കിൽ, they'll be very, very happy and they'll say this pastor is very, very nice. അതിൽ അവർ വളരെയധികം സന്തോഷിക്കുകയും ഈ പാസ്റ്റർ വളരെ നല്ല പാസ്റ്റർ ആണെന്ന് പറയുകയും ചെയ്യും. Yes, because the pastors became a pastor of their own convenience and need. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ ആവശ്യത്തിനും തങ്ങളുടെ സൗകര്യത്തിനും ഒത്ത ഒരു പാസ്റ്ററിനെ അവർക്ക് ലഭിച്ചു. On the other hand, if the pastor could give them a counsel that you fight a good fight of faith and pray and fast and struggle to get victory, they may not like him. എന്നാൽ അതേസമയം വിശ്വാസത്തിനെ നല്ല പോർ പൊരുതേണ്ടതിനായി നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെയുമുള്ള ആലോചന ആ പാസ്റ്റർ കൊടുക്കുന്നെങ്കിൽ അവർക്കൊരിക്കലും അത് ഇഷ്ടപ്പെടുകയില്ല. ഈ പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന വ്യക്തിയല്ല എന്നവർ ചിന്തിക്കും. In Delhi, one brother said, if you come and pray, do you have the assurance that you will be healed? ഞാൻ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും എന്നുള്ളതായ ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ എന്നൊരു സഹോദരൻ ചോദിച്ചു. I asked one brother. ഞാനൊരു സഹോദരനോട് ചോദിച്ചു. Straight away he answered me, even if I die, don't mind, but I am very particular that you must come and pray. ഞാൻ മരിച്ചാലും സാധ്യമല്ല, എന്നാൽ നിങ്ങൾ എനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതിൽ ഞാൻ വളരെ കർശനക്കാരനാണെന്ന് താൻ എന്നോട് പറഞ്ഞു. And spiritual life is a life of steady growth. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നിരന്തരം വളർച്ചയുള്ളതായ ഒരു പ്രവൃത്തിയാണ്. I remember when my mother put me in the first class. 1ാം ക്ലാസ്സിലാക്കി എന്റെ മാതാവ് എന്നെ ആക്കിയപ്പോഴുള്ള സന്ദർഭം ഞാൻ ഓർക്കുന്നു. My class teacher always used to keep me on her lap and hold my hand and ask me to write A, B, C, D and all. എന്റെ ക്ലാസ് ടീച്ചർ എന്നെ തന്റെ മടിയിലിരുത്തി എന്റെ കൈ പിടിച്ച് ABCD എന്നൊക്കെയും എഴുതിപ്പിക്കുമായിരുന്നു. So I can't expect it all the time. എന്നാൽ എല്ലായ്പ്പോഴും എനിക്ക് പ്രതീക്ഷിക്കുവാൻ സാധ്യമല്ല. In all the classes. എല്ലാ ക്ലാസ്സിലും എനിക്കത് ലഭിക്കയില്ല. And similarly in your cases too. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങളിലും. When a new child was born, you used to always keep the child on the lap, giving him much care. ഒരു ശിശു ജനിക്കുമ്പോൾ ആ നവജാത ശിശുവിനെ എല്ലായ്പ്പോഴും മടിയിലിരുത്തുകയും കിടത്തുകയും അതിനാവശ്യമായ സുരക്ഷിതത്വം നൽകുകയും വേണം. When the child grows, കുട്ടി വളരുമ്പോൾ you expect that the child should stand on his or her feet. കുഞ്ഞ് കാലിൽ ഊന്നി നിൽക്കണം അഥവാ നടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. To be self-reliant to take care of her or his own affairs. തന്റേതായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അവൻ പ്രാപ്തനായി തീരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു. That's what we wish and expect from you all. അതത്രേ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. Yes, and we pray that God may give you grace and understanding. അതെ, ദൈവം നിങ്ങൾക്ക് കൃപയും ഗ്രഹണശക്തിയും നൽകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Now for our meditation today, I wish that let's all turn to the book of Ecclesiastes chapter 8 verse 5. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായ സഭാപ്രസംഗിയുടെ പുസ്തകം 8ാം അധ്യായം 5ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുന്നു. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ജ്ഞാനിയുടെ ഹൃദയം കാലത്തൊക്കെയും ന്യായത്തെയും വിവേചിക്കുന്നു. Whoso keepeth the commandment shall feel no evil thing, and a wise man's heart discerneth both time and judgment. We all like the apostolic doctrines and teachings. അപ്പോസ്തലിക ഉപദേശങ്ങളും സത്യങ്ങളും നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നു. That's the main reason why we came to this church. നാം ഈ സഭയിൽ വരുന്നതിനുള്ള സുപ്രധാന കാരണവും അതുതന്നെ. And apostolic teaching starts not from comfort or consolation. അപ്പോസ്തലിക ഉപദേശങ്ങൾ ആശ്വാസത്തിലൂടെ മാത്രം തുടങ്ങുന്ന ഒരു കാര്യമല്ല. Strictly speaking, it starts from a word of warning. വളരെ കർശനമായി പറഞ്ഞാൽ മുന്നറിയിപ്പോടുകൂടിയാണ് അവ തുടങ്ങുന്നത്. Colossians 1:28 is our
key words in our church. കൊലോസ്യർ 1:28 നമ്മുടെ സഭയുടെ പ്രധാന വാക്യം. In almost all the church buildings, in the prayer halls, we used to put that words. നമ്മുടെ പ്രാർത്ഥനാ ആലയങ്ങളിലൊക്കെയും നമ്മുടെ വിശ്വാസ ഭവനങ്ങളിലൊക്കെയും ഈ വാക്യം നാം എഴുതി വെക്കാറുണ്ട്. We preach, ഞങ്ങൾ പ്രസംഗിക്കുന്നു, not comforting and loving and consoling our people. ഞങ്ങളുടെ ജനത്തെ ഞങ്ങൾ സ്നേഹിക്കുകയും ഞങ്ങൾ അവരെ ആശ്വസിപ്പിക്കുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്യുകയല്ല. But Paul puts it in a different angle. എന്നാൽ വിശുദ്ധ പൗലോസ് അതിനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ വിവരിക്കുന്നു. We preached, warning every man and teaching every man in all wisdom, that we may present every man perfect in Christ Jesus. ഞങ്ങൾ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. English Bible gives a word called warning. We warn the church. ഇംഗ്ലീഷ് ബൈബിളിൽ ഞങ്ങൾ സഭയ്ക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. Warning is very, very important. മുൻകൂട്ടി അറിയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Now, warning will always be given to people when they observe or sense a danger around them or ahead them. തങ്ങളുടെ മുൻപിൽ അഥവാ തങ്ങൾക്ക് ചുറ്റും ഒരു വിപത്ത് തങ്ങൾക്ക് സംഭവിക്കുമെന്നുള്ള ഒരു സന്ദർഭത്തിലാണ് മുന്നറിയിപ്പ് നൽകപ്പെടുന്നത്. In the world also many warnings are being given to the people. തിരുവചനത്തിലുടനീളം പല വിധത്തിലുള്ളതായ മുന്നറിയിപ്പുകളും ജനത്തിന് നൽകിയിരിക്കുന്നു. About climatic conditions, there will be a forewarning given. ഒരു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു മുന്നറിയിപ്പ് നൽകപ്പെടുന്നു. When there is when people, the scientists sense about an earthquake, they give a forewarning. ശാസ്ത്രജ്ഞർ ഭൂകമ്പത്തെക്കുറിച്ചുള്ളതായ മുന്നറിയിപ്പുകൾ നൽകുന്നു. So warning is not a word of threatening. ഭീഷണിയുടെ ഒരു വാക്കല്ല മുന്നറിയിപ്പ്. Warning is given in advance that people may be very cautious about their life. തങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധാലുക്കളായി തീരേണ്ടതിനാകുന്നു മുന്നറിയിപ്പ് നൽകപ്പെടുന്നത്. And save their lives from the coming danger. തങ്ങളുടെ മുൻപിലുള്ളതായ അനർത്ഥത്തിൽ നിന്നും തങ്ങളെ തന്നെ സൂക്ഷിക്കേണ്ടതിനായി നൽകപ്പെടുന്നു. Therefore the word warning is not a word of threatening. The word warning is a word of love. അതുകൊണ്ട് മുന്നറിയിപ്പ് എന്നുള്ളത് ഒരു ഭീഷണിയുടെ വാക്കല്ല, അത് സ്നേഹത്തിന്റെ ഒരു വാക്കത്രേ. Yes, and we are going to face a lot of warnings in future too. ഭാവിയിലും പല വിധത്തിലുള്ളതായ മുന്നറിയിപ്പുകൾ നമുക്കുണ്ട്. This warning as the Lord helps us, and the Spirit of God helps us. Let's think about it. ഈ രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതിനൊത്തവണ്ണം അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. In this verse you can find 4 points. ഈ വചനത്തിൽ 4 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, about evil. ദോഷത്തെക്കുറിച്ച്. Yes. And second, how important it is for you and me to keep God's commandments. 2, ദൈവകൽപ്പന പ്രമാണിക്കുന്നതിൽ നാം എത്രയധികം ജാഗരൂകരായിരിക്കണം. And thirdly, how much wise we must be. 3, നാം എത്രയധികം ജ്ഞാനികളായിരിക്കണം. To discern the time and judgment. കാലത്തെയും ന്യായത്തെയും വിവേചിക്കേണ്ടതിനായി. Yes. God wants the children of the New Testament Church to be wise enough. ദൈവം പുതിയ നിയമ സഭയെ ജ്ഞാനികളായിരിക്കേണ്ടതിനായി ആഗ്രഹിക്കുന്നു. Yes. Why? എന്തുകൊണ്ട്? To observe times and the judgment that is ahead. കാലത്തെയും മുൻപിലുള്ളതായ ജ്ഞാനത്തെയും വിവേചിച്ചറിയേണ്ടതിനായി. Here the word time doesn't speak about the clicking of the clock. ഇവിടെ കാലം എന്ന് പറയുമ്പോൾ അത് ക്ലോക്കിലുള്ളതായ സമയസൂചിയെക്കുറിച്ചല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. If you ask you what is the time now, you will say it's almost 12. ഇപ്പോൾ നിങ്ങളോട് സമയം എത്രയെന്ന് ചോദിച്ചാൽ ഏകദേശം 12 അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ പറയും. But the time that's mentioned in the Bible never speaks about the time that we see in the clock. എന്നാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതായ ഈ സമയം എന്നത് ക്ലോക്കിൽ നാം കാണുന്നതായ സമയമല്ല. The early days people used to observe timing by the shadows. മുൻകാലങ്ങളിൽ നിഴൽ കണ്ട് ജനം സമയത്തെ തിരിച്ചറിഞ്ഞിരുന്നു. Yes, when I remember in my childhood when I asked my mother, what's the time now? She will look at the shadow and say, maybe it is 3:30. ഞാൻ ഓർക്കുന്നു, എന്റെ ചെറുപ്രായത്തിൽ ഞാൻ എന്റെ മാതാവിനോട് സമയം എത്രയാന്ന് ചോദിച്ചാൽ പുറത്ത് നിഴലിലേക്ക് നോക്കിക്കൊണ്ട് ഏകദേശം 3:30 കാണുമെന്ന് താൻ എന്നോട് പറയുമായിരുന്നു. At the time mostly it will be very accurate. എന്നാൽ മിക്ക സമയങ്ങളിലും അത് കൃത്യം തന്നെയുമായിരിക്കുന്നു. The ancient days, old people, they had a natural instinct to observe times and seasons. പൂർവ്വകാലങ്ങളിൽ ഇപ്രകാരം തന്നെ സ്വതേ കാലങ്ങളെ വിവേചിച്ചറിയുവാനുള്ള ഒരു കഴിവ് അന്നുള്ള ജനങ്ങൾക്കുണ്ടായിരുന്നു. In those days our faith was about
18 kilometers from our residence. ആ കാലത്ത് ഞങ്ങളുടെ വിശ്വാസ ഭവനം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും 18 കിലോമീറ്റർ അകലെയായിരുന്നു. Yes, and sisters and the pastors used to come on by walk. പാസ്റ്റർമാരും സഹോദരിമാരൊക്കെയും നടന്നായിരുന്നു അവിടെ വരുന്നത്. In those days we didn't have the phone facilities as we have now. ഇന്ന് നമുക്കുള്ളതുപോലെ ഫോൺ സൗകര്യങ്ങളും അന്ന് ഇല്ലായിരുന്നു. Yes, and early morning after the family prayer and all, when the mother comes out, she will call my sister and say, today sisters will come, so you prepare the lunch for them also. പ്രഭാതത്തിലുള്ളതായ സ്വപ്രാരാധനയ്ക്ക് ശേഷം എന്റെ മാതാവിന്റെ സഹോദരി വിളിച്ചിട്ട് പറയും, ഇന്ന് നമ്മുടെ സഹോദരിമാർ വിശ്വാസഭവനത്തിൽ നിന്ന് വരും, അവർക്ക് വേണ്ടിയതായ ആഹാരങ്ങളെല്ലാം ക്രമീകരിക്കണമെന്ന്. I used to wonder how could she sense it. ഞാൻ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് എപ്രകാരമാണ് അവർക്കത് ഗ്രഹിപ്പാൻ കഴിഞ്ഞതെന്ന്. But by faith she will go and stand at the main gate now looking for sisters to come. എന്നാൽ താൻ മുൻപിലുള്ളതായ ഗേറ്റിൽ പോയി സഹോദരിമാർക്ക് വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു. And they will come. അവർ വരികയും ചെയ്യും. 90% of her predictions will be almost right. 90% തന്റെ ഗ്രാഹ്യമൊക്കെയും ശരി തന്നെയായിരുന്നു. I used to be surprised. എനിക്കത് അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. So time, when Bible speaks about time, that never speaks about the time that you see in the clock. കാലങ്ങളെ കുറിച്ച് തിരുവചനം പറയുമ്പോൾ അതൊരിക്കലും ക്ലോക്കിൽ നാം കാണുന്നതായ സമയത്തെ കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്. Not about the moving of shadows. അഥവാ നിഴൽ മാറ്റത്തെ കുറിച്ചുമല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. But biblical time speaks about a chronological sequence. എന്നാൽ കാലഗതിയിലുണ്ടാകുന്ന ഒരു വ്യതിയാനത്തെ കുറിച്ചാകുന്നു തിരുവചന പ്രകാരം നാം നോക്കുമ്പോൾ കാലം എന്നതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. Yes, now God has set a time. ദൈവം ഒരു സമയം നിയോഗിച്ചിട്ടുണ്ട്. There was a great scientist. ഒരു വലിയ ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. His name was Herbert Feiser. ഹെർബർട്ട് ഫേസൽ എന്നായിരുന്നു തന്റെ പേർ. He analyzed how this world could have come to existence. എപ്രകാരമാണ് ലോകം നിലവിൽ വന്നത് എന്നതിനെ കുറിച്ച് താൻ ചിന്തിക്കുമായിരുന്നു. In his studies he arrived at 5 reasons. 5 കാരണങ്ങളാണ് തന്റെ പഠനത്തിലൂടെ തനിക്ക് അറിയുവാനിടയായത്. The first thing what he observed was ഒന്നാമതായി താൻ കണ്ടുപിടിച്ചത് എന്തെന്നാൽ time. സമയം. And he stated 5 things. 5 കാര്യങ്ങൾ അതിനെക്കുറിച്ച് താൻ പറഞ്ഞു. In the creation of the whole universe, സർവ പ്രപഞ്ചത്തിലും yes, we can find 5 things. നമുക്ക് 5 കാര്യങ്ങൾ കാണാൻ കഴിയും. One was time. ഒന്ന് സമയം. The other was space. 2 ആകാശം. Yes. Third is matter, any substance. 3 വസ്തു. Fourth is force. 4ാമതായി സമ്മർദ്ദം. Yes. And 5th is motion. 5ാമതായി ചലനം. Yes. These are the 5 things which are included in God's creation. ഈ 5 കാര്യങ്ങളാവുന്നു ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. You can't understand if I go so deeply into this subject. I am very confident about it. ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ കടന്നാൽ നിങ്ങൾക്ക് നിശ്ചയമായി അത് ഗ്രഹിക്കാൻ പ്രയാസമുള്ളതാണ് എന്ന് ഞാൻ അറിയുന്നു. All may not be, but still I want you to have a knowledge about it. എങ്കിലും ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. When we turn to the first chapter of the first book, 1-ാം പുസ്തകത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, yes, and read the first 3 verses. ദയവായി 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. വായിക്കുമ്പോൾ note on these verses, go home and read. ഇതെല്ലാം നിങ്ങൾ കുറിച്ചു വെക്കുകയും നിങ്ങളുടെ വീട്ടിൽ ചെന്ന് വായിക്കുകയും ചെയ്യുവേൻ. Yes. So the Bible begins like this. In the beginning God created the heaven and earth. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് വചനം തുടങ്ങുന്നു. So creation begins with, say the rest. ആകയാൽ സൃഷ്ടിപ്പെന്നുള്ളത് എപ്രകാരം തുടങ്ങുന്നു നിങ്ങൾ പറഞ്ഞാട്ടെ. Tell me. Begins with? എങ്ങനെ തുടങ്ങുന്നു? Sorry? Time. സമയം കൊണ്ട്. In the beginning. ആദിയിൽ. That stands for time. അത് സമയത്തെ കാണിക്കുന്നു. Yes. God created. ദൈവം സൃഷ്ടിച്ചു. The heaven and earth. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. Heaven, space. ആകാശത്തെ ബഹിരാകാശത്തെ അവൻ സൃഷ്ടിച്ചു. Earth, the matter. ഈ ഭൂമി സമസ്തകളെ ദൈവം സൃഷ്ടിച്ചു. With force. സമ്മർദ്ദത്തെ ദൈവം സൃഷ്ടിച്ചു. The Holy Spirit was moving on the waters. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. Ready to carry out God's orders. ദൈവത്തിന്റെ കൽപ്പനകൾ ചെയ്യേണ്ടതിനായി. When God said, ദൈവം കൽപ്പിച്ചപ്പോൾ, let all the waters be carried away. വെള്ളം എല്ലാം അവിടെ നിന്നും നീങ്ങിപ്പോകട്ടെ. And the mountains on the surface appear. പർവ്വതങ്ങൾ ഉപരിതലത്തിൽ കാണട്ടെ. The Holy Spirit did that work. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പ്രവൃത്തി ചെയ്തു. There is a force. അത് സമ്മർദ്ദത്താൽ ഉണ്ടായി. And the last is motion. ഒടുവിലായി ചലനം. The Spirit of God is moving. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. So therefore Dr. Herbert Feiser said, in the creation
we can find 5 things. അതുകൊണ്ടാണ് സൃഷ്ടിയിൽ തന്നെ നമുക്ക് ഈ 5 കാര്യങ്ങൾ കാണുവാൻ കഴിയും എന്ന് ആ ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടത്. But all things begin with time. എന്നാൽ ഇവയെല്ലാം തന്നെ സമയം കൊണ്ടാണ് ആരംഭിക്കുന്നത്. Yes, so God has his own chronology, and therefore elsewhere in the book of Ecclesiastes we find that God made everything beautiful in its time. അതുകൊണ്ടാണ് ദൈവത്തിനും തന്റെ ഈ കാര്യങ്ങളുടെ പ്രവൃത്തികളിൽ ഒരു കാലക്രമം ഉള്ളതായും മറ്റൊരു പുസ്തകത്തിലും നാം ഇതിനെക്കുറിച്ച് കാണുന്നില്ല. സഭാപ്രസംഗയിൽ നാം വായിക്കുമ്പോൾ ദൈവം സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു എന്ന് കാണുന്നു. In 3rd chapter, the 11th verse, we read very with the highest stipulation that God created everything. He made everything beautiful or perfect in his own time. 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഊന്നി പറഞ്ഞിരിക്കുന്നു, അവൻ സകലവും അതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. Chronology speaks about time. കാലക്രമം എന്നത് സമയത്തെ കാണിക്കുന്നു. Sequence speaks about God's creative activities. ദൈവത്തിന്റെ പ്രവർത്തന രീതിയാകുന്നു മുൻപോട്ടുള്ളതായ ക്രമം കാണിക്കുന്നത്. So these 2 things were always with God. ആകയാൽ ഈ 2 കാര്യങ്ങളും എല്ലായ്പ്പോഴും ദൈവത്തോട് കൂടി ഉണ്ടായിരുന്നു. God has a set time for all his activities. ദൈവം തന്റെ സകല പ്രവർത്തനങ്ങൾക്കും വേണ്ടി സമയം വേർതിരിച്ചിരിക്കുന്നു. Yes, and he was very particular to see that everything is being made or created in his own set time. സകലവും തന്റേതായ സമയത്ത് ചെയ്യപ്പെടുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതിലും ദൈവം ശ്രദ്ധാലുവായിരുന്നു. The Bible gives more importance to timing, and Indians give the least importance to timing. അതുകൊണ്ട് സമയത്തിന് വേദപുസ്തകം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു. Indians. എന്നാൽ ഇന്ത്യക്കാരോ സമയത്തിൽ ഒരിക്കലും കൃത്യനിഷ്ഠ പാലിക്കാറില്ല. We don't like it, and we think it's a disgrace for us to be very punctual for anything. എന്നാൽ നാം അതിനെ നാം അവഗണിക്കുകയും നിസ്സാരമായി കാണുകയും കൃത്യനിഷ്ഠ പാലിക്കുന്നതിൽ നാം തൽപരരല്ലാത്തവരായി കാണപ്പെടുകയും ചെയ്യുന്നു. Right from Kanyakumari to Srinagar, I have visited and I have served the Lord in many parts. കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ കർത്തൃശുശ്രൂഷ നിമിത്തമായിരിക്കുകയും ചെയ്തു. In our church, I had never witnessed even one church where people used to be on time for the meeting. എന്നാൽ യോഗത്തിന് കൃത്യസമയത്ത് കടന്നു വരുന്നവരായ ജനങ്ങളായി ഞാൻ ഒരു വ്യക്തിയെ പോലും ഈ സ്ഥലങ്ങളിൽ എങ്ങും എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. Yes, one author from Madras, he had been to Japan. ഒരിക്കൽ മദ്രാസിൽ നിന്നും ജപ്പാനിലേക്ക് നമ്മുടെ ഒരു സഹോദരൻ പോയി. Yes, one author of a book. ഒരു ബുക്കിന്റെ ഗ്രന്ഥകർത്താവ് ഒരിക്കൽ ജപ്പാനിലേക്ക് പോവുകയുണ്ടായി. He wanted to visit a particular place. താൻ ഒരു പ്രത്യേക സ്ഥലം സന്ദർശിക്കേണ്ടതിനായി പോയി. So he asked someone to guide him. ആരെങ്കിലും തന്നെ അവിടേക്ക് നടത്തേണ്ടതിനായി താൻ ആവശ്യപ്പെട്ടു. And when he contacted the first man, he said, ഒന്നാമത്തെ വ്യക്തിയെ താൻ സമീപിച്ചപ്പോൾ താൻ പറഞ്ഞു, he said, from here you may have to walk 3 minutes to reach one's railway station. ഇവിടെ നിന്നും റെയിൽവേ സ്റ്റേഷൻ വരെ എത്തുവാൻ 3 മിനിറ്റ് നിങ്ങൾക്ക് നടക്കണമെന്ന് പറഞ്ഞു. Walk 3 minutes ahead, you will come across the station. 3 മിനിറ്റ് നിങ്ങൾ നടന്നാൽ ആ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾക്ക് ചെന്നെത്താം. At 10:11 a train will come, you board it. 10:11 ട്രെയിൻ വരികയും നിങ്ങൾക്കതിൽ കയറുകയും ചെയ്യാം. Yes, at 11:12 get down. 11:12 നിങ്ങൾക്ക് എത്താം. And walk out for 2 minutes. 2 മിനിറ്റ് നടക്കണം. From there you take this road and 11 minutes walk. അവിടെ നിന്നും ഈ റോഡിൽ കൂടി 11 മിനിറ്റ് നടക്കണം. At the 12th minute you will be in your place where you want to be. 12ാമത്തെ മിനിറ്റിൽ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ ചെന്നെത്തുകയും ചെയ്യും. I don't think before the coming of the Lord Indians will learn this principle in their lives. കർത്താവിന്റെ വരവിന് മുൻപ് ഇന്ത്യക്കാർ തങ്ങളുടെ ജീവിതത്തിൽ ഈ തത്വം പ്രാവർത്തികമാക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. Yes, when late is our habit. താമസം വരുത്തുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമാണ്. And some of us unfortunately glory in their late coming and their late doing things. അപ്രതീക്ഷിതമായ ചിലരും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ താമസം വരുത്തുന്നതിനും താമസിച്ചു വരുന്നതിലും വളരെയധികം പ്രശംസിക്കുകയും ചെയ്യുന്നു. One day our former chief pastor A.C. Thomas, he came for a meeting. നമ്മെ വിട്ട് കടന്നുപോയ പാസ്റ്റർ എ.സി. തോമസ് അപ്പച്ചൻ ഒരിക്കൽ ഒരു മീറ്റിംഗിൽ കടന്നു വന്നു. And that day he was very sick and who couldn't make it to the meeting on time. താൻ വളരെ രോഗിയായിരുന്നു.
ആകയാൽ കൃത്യസമയത്ത് തനിക്ക് മീറ്റിംഗിൽ വന്നിരിക്കുവാൻ സാധിച്ചില്ല. Came half an hour late, it seems. അരമണിക്കൂർ താമസിച്ചായിരുന്നു താൻ വന്നത്. He told other pastors to take the lead. മറ്റു പാസ്റ്റർമാർ യോഗം ആരംഭിക്കേണ്ടതിനായി താൻ പറഞ്ഞു. So he came there and sat in his place and waiting for God's presence, but he failed. അവിടെ വന്നിരുന്ന് താൻ ദൈവ സാന്നിധ്യത്തിനായി കാത്തിരുന്നുവെങ്കിലും തനിക്കത് ലഭിച്ചില്ല. So he was so much trouble. താൻ വളരെയധികം വിഷമിച്ചു. He asked God, Lord, where are you? ദൈവമേ, അങ്ങ് എവിടെയാണെന്ന് താൻ ചോദിച്ചു. Why have you let me alone? നീ എന്തുകൊണ്ട് എന്നെ തനിച്ചാക്കി എന്ന് ചോദിച്ചു. I came to the meeting, but so far I couldn't feel your presence. ഞാൻ ഈ യോഗത്തിനായി വന്നു എങ്കിലും ഇത്രയും സമയമായിട്ടും നിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിപ്പാൻ കഴിയുന്നില്ലല്ലോ എന്ന് താൻ പറഞ്ഞു. After a long struggle in his spirit, ഇങ്ങനെ തന്റെ ആത്മാവിൽ വലിയൊരു പോരാട്ടത്തിന് ശേഷം the Lord finally spoke to him saying, I was on time, but you were not. ഒടുവിലായി ദൈവം തന്നോട് ഇപ്രകാരം സംസാരിച്ചു, ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തി, എന്നാൽ നീയോ എത്തിയില്ല. I came sharp at 9 o'clock. ഞാൻ കൃത്യം 9 മണിക്ക് തന്നെ വന്നു, But I didn't find you there. എന്നാൽ നിന്നെ എനിക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞില്ല. I went back. ഞാൻ മടങ്ങിപ്പോയി. And that's why nowadays you must have seen all our chief pastors will always before time. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ചീഫ് പാസ്റ്റർമാരെല്ലാം സമയത്തിൽ കൃത്യത പാലിക്കുന്നവരാണ്. They come before time. അവർ സമയത്തിന് മുൻപ് തന്നെ വരും. Why? എന്തുകൊണ്ട്? They have this fear in their heart. ഈ ഭയം അവരുടെ ഉള്ളിലുണ്ട്. So maintain that in a personal life also. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇത് നിങ്ങൾ സൂക്ഷിക്കണം. English people say time is money. സമയമെന്നത് പണമാണെന്നാണ് ഇംഗ്ലീഷുകാരുടെ അഭിപ്രായം. Yes, and therefore they never used to waste 1 second in their life. അതുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ 1 സെക്കൻഡ് പോലും അവർ നഷ്ടപ്പെടുത്താറില്ല. One of a friend once from Kuwait, he rang up to his sister. കുവൈറ്റിൽ നിന്നുള്ളതായ എന്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ എന്റെ സഹോദരിയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. She said, I'm very, very busy now. ഇപ്പോൾ ഞാൻ വളരെ തിരക്കിലാണെന്ന് താൻ പറഞ്ഞു. She was a staff nurse working in London. ലണ്ടനിൽ ഒരു സ്റ്റാഫ് നഴ്സായി താൻ ജോലി ചെയ്യുകയായിരുന്നു. But she said, now you must be off your hospital, then why you are very busy? ഇപ്പോൾ നീ ഹോസ്പിറ്റലിൽ You must have been off. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിനക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം തിരക്കെന്ന് താൻ ചോദിച്ചു. And she said, I'm very busy in making sandwiches. ഇപ്പോൾ ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിൽ വളരെ തിരക്കിലാണെന്ന് താൻ പറഞ്ഞു. Sandwich for whom? ആർക്ക് വേണ്ടിയിട്ടാണ്? For the public. I'm doing a side business. ജനത്തിന് വേണ്ടി ഞാനൊരു സൈഡ് ബിസിനസ്സായി ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. A staff nurse working at the government. സ്റ്റാഫ് നഴ്സായി സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. And drawing handsome money. അതിന് നിമിത്തം അല്പം പണം സമ്പാദിക്കുകയും ചെയ്യുന്നു. She didn't want to waste your time. എങ്കിലും സമയം നഷ്ടപ്പെടുത്തുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല. So she preferred to work outside in the platform, standing and making sandwiches for the people to earn some more money. അതുകൊണ്ട് അല്പം കൂടി പണം സമ്പാദിക്കേണ്ടതിനായി പുറത്ത് ജനത്തിന് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ പണം ഉണ്ടാക്കി നേട്ടം കൈവരിക്കുവാൻ താൻ ആഗ്രഹിച്ചു. Most gladly and enthusiastically he was doing that work, she said on phone. വളരെ സന്തോഷത്തോടും വളരെ ഉത്സുകയായി ആ പ്രവൃത്തി താൻ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. Yes, therefore when we know how to make right use of time. ആകയാൽ സമയം എപ്രകാരം നാം വിനിയോഗിക്കണം എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. Nature will guarantee you that you can prosper. നിങ്ങൾക്ക് സമൃദ്ധി പ്രകൃതി ഒരുപക്ഷെ ദാനം ചെയ്തേക്കാം. Not ഒരുപക്ഷെ, it will. നിശ്ചയമായും നിങ്ങൾക്ക് നൽകും. Yes, don't think about God. നിങ്ങൾ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കില്ല. It is a natural law. പ്രകൃതിയുള്ള സ്നേഹമാണത്. Yes, our work will bring dividends, no doubt. നമ്മുടെ പ്രവൃത്തി നിശ്ചയമായ ഫലവത്തായി തീരും, അതിൽ സംശയമില്ല. And therefore Jesus gave emphasis to his disciples that are there not 12 hours in a day? ആകയാൽ ഒരു ദിവസത്തിൽ 12 മണിക്കൂർ ഇല്ലയോ എന്നൊരു ചോദ്യം യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു. And he never said that there are 12 hours in a day, so work for 8 hours and sleep for 4 hours. He never said. 12 മണി നേരമുണ്ടല്ലോ, ആകയാൽ 8 മണിക്കൂർ ജോലി ചെയ്യുകയും 4 മണിക്കൂർ ഉറങ്ങുകയും ചെയ്യാൻ യേശു അവരോട് പറഞ്ഞില്ല. Am I right? He said, are there not 12 hours in a day? Work as long as it's day. പകലിന് 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് ആകയാൽ നിങ്ങൾ ജോലി ചെയ്യണം. As long as it is day, work. പകൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പ്രവർത്തിക്കണം. And very soon a night will come. വളരെ വേഗം ഒരു രാത്രി എത്തും. No man can work then. ഒരു മനുഷ്യനും അവിടെ പ്രവർത്തിപ്പാൻ കഴിയുകയില്ല. It's not only applicable in our spiritual life. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, it is more applicable even to our material life. നമ്മുടെ ഭൗമികമായ ഈ ജീവിതത്തിലും അത് നാം പ്രാവർത്തികമാക്കണം. So why I said all these examples is time is very, very precious. ഈ ഉദാഹരണങ്ങളൊക്കെയും ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്തെന്നാൽ സമയം വളരെ വിലപ്പെട്ടതാണ്. And we read in many places in the New Testament where Christ used to say, my hour has not yet come. എന്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല എന്ന് യേശു പറയുന്നതായി പുതിയ നിയമത്തിലും വിവിധ സ്ഥലങ്ങളിൽ നാം കാണുന്നു. Yes, when the right time comes, Jesus was present there to do the work. കൃത്യസമയം വരുമ്പോൾ തന്റെ പ്രവൃത്തി അവിടെ ചെയ്യേണ്ടതിനായി യേശുവും അവിടെ ഉണ്ടായിരുന്നു. Whether God or Jesus Christ his son, പിതാവോ പുത്രനായ യേശുവോ, they both gave
importance to maintaining timing. അവർ രണ്ടുപേരും സമയം കൃത്യമായി നിർവഹിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു. I'll give you 3 examples in Bible. ബൈബിളിൽ നിന്ന് 3 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. Where people, when they fail to maintain time or punctuality, ജനം തങ്ങൾ കൃത്യനിഷ്ഠയുള്ളവരായിരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ കുറിച്ച്. Yes, one was Lot. ഒന്ന് ലോത്ത്. Yes, and the angels told him, flee for your life to the mountain. ദൂതന്മാർ അവനോട് പറഞ്ഞു, ജീവരക്ഷയ്ക്കായി നീ ഇവിടെ നിന്ന് ഓടിപ്പോകാം. They never said walk. നടക്കാൻ പറഞ്ഞില്ല. They never said run. They not even said run. ഓടുക എന്ന് പറഞ്ഞില്ല. Yes, but they said flee away. നീ ഇവിടെ നിന്ന് ഓടിപ്പോക എന്ന് പറഞ്ഞു. That means his movement must be rapid. അതായത് വളരെ വേഗത്തിലായിരിക്കണം തന്റെ പ്രവൃത്തികൾ. Because the danger was, there was a big danger of judgment. എന്തുകൊണ്ടെന്നാൽ ന്യായവിധി മുൻപിൽ തന്നെയുണ്ട്. But if you turn your Bible to the text and read, we find one word, very lazy word. He was lingering on. എന്നാൽ ആ വേദഭാഗം നാം എടുത്ത് വായിച്ചു നോക്കിയാൽ വളരെ പ്രത്യേകമായ ഒരു വാക്ക് അവിടെ നമുക്ക് കാണാൻ കഴിയും. അവൻ താമസം വരുത്തിക്കൊണ്ടേയിരുന്നു. He was lingering on. The angel was, forced him to go out of the city, but he was lingering on. ദൂതൻ അവനെ പട്ടണത്ത് പുറത്തു പോകേണ്ടതിനായി അവനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവനോ താമസം വരുത്തിക്കൊണ്ടേയിരുന്നു. Yes, therefore we know the end of that man. ആകയാൽ ആ മനുഷ്യന്റെ അന്ത്യത്തെക്കുറിച്ച് നമുക്കറിയാം. It's true that he lived a righteous life in Sodom and Gomorrah. താൻ സോദോം ഗൊമോറയിൽ ഒരു ന്യായമുള്ളൊരു ജീവിതം നയിച്ചു എന്ന് നമുക്കറിയാം. നീതിമാനായി ജീവിച്ചു എന്ന് നമുക്കറിയാം. And therefore Abraham pleaded to God on his behalf that if there be 10 righteous men in that land, Lord, would you destroy it? അതുകൊണ്ട് അബ്രഹാം തനിക്ക് വേണ്ടി ദൈവത്തോട് ഇപ്രകാരം അപേക്ഷിച്ചു, പക്ഷേ 10 നീതിമാന്മാരെ അവിടെ കണ്ടാലോ നീ അത് നിമിത്തം ആ ദേശത്തെ നശിപ്പിക്കുമോ എന്ന്. God said no. ദൈവം പറഞ്ഞു ഇല്ല. So God found him as a righteous man. ദൈവം തന്നെ ഒരു നീതിമാനായി കണ്ടു. And God honored the prayer of Abraham. ദൈവം അബ്രഹാമിന്റെ പ്രാർത്ഥനയെ മാനിച്ചു. Therefore he had mercy on Lot. അതുകൊണ്ട് ലോത്തിനോട് ദൈവം കരുണ കാണിച്ചു. And therefore he sent his angels to deliver him first before he executed the judgment. അതുകൊണ്ട് ആ ദേശത്തിന്മേൽ ദൈവത്തിന്റെ ന്യായവിധി വരുന്നതിന് മുൻപ് തന്നെ അവനെ രക്ഷിക്കേണ്ടതിനായി ദൈവം തന്റെ ദൂതന്മാരെ അവിടേക്ക് അയച്ചു. But the habit of lingering, എന്നാൽ താമസിപ്പിക്കുന്നതായ ഈ സ്വഭാവം that put him to very disgraceful state and in a big shame also. അവനെ ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക്, വളരെ നികൃഷ്ടമായ ഒരു അന്ത്യത്തിൽ കൊണ്ടെത്തിച്ചു. And he fathered 2 sons. അവന് 2 പുത്രന്മാരുണ്ടായിരുന്നു. He fathered 2 sons. He gave birth to 2 sons. അവൻ 2 പുത്രന്മാർക്ക് ജന്മം നൽകി. Yes, and about both of them, God said they will never come in the next 10th generation to the congregation of the saints of God. എന്നാൽ 10 തലമുറയോളം വിശുദ്ധന്മാരുടെ സംഘത്തിൽ അവർക്ക് നിൽപ്പാൻ കഴിയുകയില്ല എന്ന് ദൈവം തന്നോട് അരുളി ചെയ്തു. When he failed to maintain punctuality, അവൻ കൃത്യനിഷ്ഠ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയപ്പോൾ, see the miserable end of his life. അവന്റെ ജീവിതത്തിന്റെ ദാരുണമായ അന്ത്യം ശ്രദ്ധിക്കുവേൻ. On the basis of this truth, when we analyze our own life, ഈ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നാം പരിശോധിച്ചാൽ, kindly just close our eyes and think once what would be your end and my end. ദയവായി നിങ്ങളുടെ കണ്ണുകളടച്ച് ഒരു നിമിഷം നിങ്ങളുടെയും എന്റെയും അന്ത്യം എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. How much precious moments we simply waste by sleeping and gossiping and doing nothing in the world. ഉറങ്ങിയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും ഈ വിധത്തിൽ സംസാരിച്ചുമൊക്കെയും എത്രയോ സന്ദർഭങ്ങളിൽ വിലപ്പെട്ട സമയം നാം നഷ്ടപ്പെടുത്തി. By the grace of God, in the house of God, in the daytime, I never used to sleep even for 5 minutes. No problem how much tired I am. ദൈവകൃപയാൽ ദൈവത്തിന്റെ വീട്ടിൽ ഞാൻ പകലിൽ ഒരു 5 മിനിറ്റ് പോലും എത്രയധികം ക്ഷീണം തോന്നിയാലും കിടന്നുറങ്ങാറില്ല. I had driven the cars in almost all North Indian states. I had driven. ഞാൻ നോർത്ത് ഇന്ത്യയിലുള്ളതായ മിക്ക സ്ഥലങ്ങളും ഞാൻ കാർ ഓടിച്ചു പോയിട്ടുണ്ട്. The whole night I used to drive. രാത്രി മുഴുവനും ഞാൻ വാഹനം ഓടിച്ചിട്ടുണ്ട്. In spite of that, the next day morning, even for 5 minutes, I never used to go to sleep. എങ്കിലും ഇത് നിമിത്തം പിറ്റേ ദിവസം 5 മിനിറ്റ് പോലും ഞാൻ കിടന്നുറങ്ങുവാൻ പോയിട്ടില്ല. By the grace of God, I developed a great fear to waste time in my life. ദൈവകൃപയാൽ സമയത്തെ നഷ്ടപ്പെടുത്തുന്ന അഥവാ സമയം നശിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള വലിയ ഭയം എനിക്കുണ്ടായി. Either I study, I'll pray, or I do something physically or spiritually, whatever it be. I have a good conscience to say, by the grace of God, that I hardly waste my time. ശാരീരികമായ ആത്മീയമായുള്ളതായ ഏതെങ്കിലും പ്രവർത്തികളിൽ ഞാൻ നിമഗ്നനായി തീരും. ദൈവകൃപയാൽ ഞാൻ അല്പം പോലെ തന്നെ സമയം നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നെനിക്ക് ധൈര്യത്തോട് പറയുവാൻ കഴിയും. Yes, never waste your time. Time is very, very precious. നിങ്ങളുടെ സമയം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സമയം വളരെ വളരെ വിലപ്പെട്ടതാണ്. All God's creation, the beauty of the whole creation
began from timing. ദൈവത്തിന്റെ മനോഹരമായ സൃഷ്ടിപ്പ് മുഴുവൻ തുടങ്ങിയതും സമയം കൊണ്ടാണ്. And God is very, very particular about time. സമയത്തെക്കുറിച്ച് ദൈവം വളരെയധികം കൃത്യത പാലിക്കുന്നവനുമാണ്. Yes, today, this morning, you all must repent for the wastage of your timings. നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളതായ സന്ദർഭത്തെക്കുറിച്ച് ഈ സമയത്ത് നിങ്ങൾ അനുദപിക്കണം. The second man was Jacob's brother, Esau. രണ്ടാമതായി യാക്കോബിന്റെ സഹോദരനായ ഏശാവ്. By birth, he was the firstborn. ജന്മന അവൻ ആദ്യജാതനായിരുന്നു. As per the rule, he must be the firstborn, and he must take the place of his father after him. താൻ ആദ്യജാതനായിരുന്നുകൊണ്ട് തന്റെ പിതാവിന്റെ സ്ഥാനം അവനായിരുന്നു ഓഹരിക്കാരനാകേണ്ടത്. He was worthy of double portion. ഇരട്ടി ഓഹരിക്ക് അവൻ യോഗ്യനായിരുന്നു. So as per the natural law, എന്നാൽ പ്രകൃതിയുള്ള സ്നേഹം നിമിത്തം, law, പ്രകൃതിയുള്ള നിയമം നിമിത്താൽ, yes, so Isaac wanted to bless him. ഇസഹാക്ക് അവനെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിച്ചു. So he told him, അവനോട് താൻ പറഞ്ഞു, bring me a delicious food, the food according to my taste. എന്റെ രുചിക്കൊത്തതായ രുചികരമായ ഒരു ആഹാരം നീ എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് അവൻ പറഞ്ഞു. I'll eat that and I'll bless you. ഞാനത് തിന്നുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. Bible also says that Jacob used to have his food only in the house of Esau and not with Jacob. യാക്കോബ് എല്ലായ്പ്പോഴും, ഇസഹാക്ക് എല്ലായ്പ്പോഴും ഏശാവിന്റെ ഭവനത്തിലായിരുന്നു, യാക്കോബിനോടൊപ്പം അല്ലായിരുന്നു തന്റെ ആഹാരം കഴിച്ചിരുന്നെന്നും തിരുവചനം പറയുന്നു. Yes, as such, അതുപോലെ തന്നെ there was no point for Isaac to ask for a one-time meal. ഇസഹാക്കിന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആവശ്യപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. What I feel in my spirit is, perhaps though Esau used to feed his father, he must have never fed him in time. ഈ ഏശാവ് ഒരുപക്ഷെ തന്റെ പിതാവിന് എല്ലായ്പ്പോഴും ആഹാരം കൊടുക്കുമായിരുന്നുവെങ്കിലും അവനത് കൃത്യസമയത്ത് ഒരുപക്ഷെ ചെയ്തില്ലായിരിക്കാം എന്നതാണ് എന്റെ അഭിപ്രായം. It's true that he used to feed his father. Perhaps I feel in my spirit that he must have never given him a tasty food. അപ്പന് ആഹാരം എല്ലായ്പ്പോഴും അവൻ കൊടുക്കുമായിരുന്നു എങ്കിലും രുചികരമായ ആഹാരം അല്ലായിരുന്നു അവൻ നൽകിയിരുന്നത് എന്നതാണ് എന്റെ ആത്മാവിൽ എനിക്ക് തോന്നുന്നത്. I used to give this counsel to our sisters in the faith home. ഫെയ്ത്ത് ഹോമിലുള്ളതായ ഞങ്ങളുടെ സഹോദരിമാർക്ക് ഞാൻ ഈ ആലോചന നൽകാറുണ്ട്. Yes, we are not very much after food. നാം ഒരിക്കലും വളരെയധികം ആഹാരത്തിൽ തൽപരരല്ല. But I used to give emphasis that whatever they make, they must do it in the right way. എന്നാൽ തങ്ങൾ ചെയ്യുന്നത് എന്തു തന്നെ ആയാലും അത് ശരിയായ വിധത്തിൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഞാൻ അവരെ പ്രബോധിപ്പിക്കുമായിരുന്നു. Yes, we are not very particular about a big tray with 100 balls. 100 വിധത്തിലുള്ളതായ ഡിഷസോട് കൂടിയതായ ഒരു നല്ല ആഹാരം കഴിക്കുവാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. Even if you do one, make it very tasty. ഒരേ ഒരു ആഹാരം മാത്രം നിങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിലും അത് രുചികരമായിരിക്കണം. Otherwise it will be a waste of time, money, energy and things. അതല്ല എങ്കിൽ സമയവും പണവും നിങ്ങളുടെ ആരോഗ്യവും എല്ലാം വസ്തുക്കളും നഷ്ടപ്പെടുത്തുന്നവരാണ്. That's what God also wants from us. അതാകുന്നു ദൈവവും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. The laborers who came at the 11th hour, 11-ാം മണിനേരം ജോലിക്കായി വന്നവർ, they did 1 hour work. അവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. All the enthusiasm they did it. തങ്ങൾ വളരെ ഉത്സാഹത്തോടുകൂടെ അവയൊക്കെയും ചെയ്തു. They finished it. അവർ പൂർത്തീകരിക്കുകയും ചെയ്തു. They deserved to receive 1 penny. അതുകൊണ്ട് അവർക്ക് തങ്ങളുടേതായ ഓഹരിയിൽ കൂലി ലഭിപ്പാൻ അവർ 1 വെള്ളിക്കാശിന് യോഗ്യരായി തീർന്നു. It's not how long we serve God. എത്രയധികം സമയം നാം ദൈവത്തെ സേവിക്കുന്നു എന്നുള്ളതല്ല. The most important thing is how do we serve God. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ എപ്രകാരം നാം ദൈവത്തെ സേവിക്കുന്നു എന്നതാണ്. As there's a saying in English, the butterflies cover more ground. ചിത്രശലഭങ്ങൾ വളരെയധികം സ്ഥലം കറങ്ങി ചെല്ലുന്നു എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. Butterflies, they fly, keep on flying, showing their beauties, covering more ground, doing nothing. വളരെ സ്ഥലത്ത് അവർ തങ്ങളുടെ സൗന്ദര്യത്തെ പ്രകടമാക്കിക്കൊണ്ട് ഇപ്രകാരം പറന്നു ചെല്ലുന്നു എങ്കിലും അത് അവർക്ക് ഒന്നിനും ഉപകരിക്കുന്നില്ല. If you ask one butterfly today how much he flew, he will say that I covered more than 5 acres of land. ഒരു ചിത്രശലഭത്തോട് ഇന്ന് എത്ര സ്ഥലം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ ഏകദേശം 5 ഏക്കറിൽ അധികം ഞാൻ സഞ്ചരിച്ചു എന്ന് പറയും. And what did you get? നിനക്ക് എന്ത് കിട്ടി? Only tired. I was so tired. ഞാൻ ക്ഷീണിച്ചു പോയി. My wings are too weak. ഞാൻ വളരെയധികം തളർന്നു പോയി. What has come? അതുകൊണ്ട് എന്ത് ഗുണം? On the other hand, എന്നാൽ മറുവശത്ത് the honeybee, it sits in one flower. തേനീച്ചയെ നാം നോക്കുമ്പോൾ it sits in one flower. അത് ഒരു ചിത്രശലഭത്തിന്മേൽ ഇരിക്കുന്നു. Yes, stomach full of honey. വയറ് നിറച്ച് അതിന് തേനുണ്ട്. And it collects it in the comb. അവയെല്ലാം അതിന്റെ കൂട്ടിലത് ശേഖരിക്കുന്നു. And we also go and take it. നാമും അത് ഭക്ഷിക്കുന്നു. One flower,
ഒരേ ഒരു പൂവിൽ yes, maybe for 2 minutes. ഒരുപക്ഷെ 2 മിനിറ്റ് മാത്രം. Yes, sucked stomach full of honey. അപ്പോൾ അതിന്റെ വയറ് നിറച്ചും തേനുണ്ട്. And the rest it collects it. ബാക്കിയെല്ലാം അത് ശേഖരിച്ചു വെക്കുന്നു. Others also are being benefited. മറ്റുള്ളവർക്കും അത് ഉപകാരമായി തീരുന്നു. So how long we do the ministry, how many years we did the ministry makes no sense. എത്രയധികം നാം ശുശ്രൂഷ ചെയ്യുന്നു, എത്രയധികം കാലം നാം ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതല്ല. Including me, we all have a boasting, am I right? എന്നെയും ഉൾപ്പെടുത്തി ഞാൻ പറയട്ടെ, നാം എല്ലാവരും ഒരു വിഷയത്തിൽ പ്രശംസിക്കുന്നവരാണ്. Am I right or wrong? ശരിയാണോ അല്ലയോ? Once I went to a faith home. Sorry. I went to a faith home. ഒരിക്കൽ ഞാനൊരു വിശ്വാസ ഭവനത്തിൽ ചെന്നു. Maybe I was in the 14th year of my ministry. എന്റെ ശുശ്രൂഷയുടെ 14ാമത്തെ വർഷത്തിൽ. Yes, and the sisters asked me, are you a brother or comma? നിങ്ങളൊരു ബ്രദർ ആണോ അതോ ഇങ്ങനെ സഹോദരിമാർ എന്നോട് ചോദിച്ചു. I thought in my heart, how am I looking like? I'm not a brother or a sister. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഒരു ബ്രദർ ആണോ ഒരു സിസ്റ്റർ ആയിട്ടാണോ തോന്നുന്നത്? No. My point is whether you are a brother or a elder or a pastor. അല്ല, ഒരു ബ്രദർ ആണോ ഒരു മൂപ്പനാണോ ഒരു പാസ്റ്റർ ആണോ എന്നാണ് ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ചത്. Either I am not very particular about these titles. What do you mean by saying it? ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ നിങ്ങൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിൽ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല എന്ന് പറഞ്ഞു. Yes, so when I said I am just a brother. ഞാൻ പറഞ്ഞു, ഞാനൊരു ബ്രദറാണ്. So give him an ordinary food. അതുകൊണ്ട് ഒരു സാധാരണ രീതിയിലെ ഭക്ഷണമാണ് എനിക്ക് ലഭിച്ചത്. Yes, so I was made to sit in a bench and in a bench and an ordinary wooden table and an ordinary place. I'm sorry, I'm not criticizing. ഞാൻ I want to give emphasis to seniority. വിമർശിക്കുകയല്ല, സീനിയോറിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു സാധാരണ ബെഞ്ചിലിരുത്തി ഒരു സാധാരണ മേശപ്പുറത്ത് വെച്ച് ഭക്ഷണം. Even believers also like that, am I right? വിശ്വാസികളും അങ്ങനെ തന്നെ ആയിരിക്കും, ശരിയല്ലേ? When a brother of 1 year old comes to your house, you never give much importance in the center. Pastor comes, we'll fly there. ഒരു വർഷം കഴിഞ്ഞതായ ഒരു സഹോദരൻ വന്നാൽ അത്രയധികം പ്രാധാന്യമേ നമുക്ക് കൊടുക്കുകയുള്ളൂ. എന്നാൽ സെൻട്രൽ പാസ്റ്റർ അവിടേക്ക് വരുന്നുവെങ്കിൽ ആ സ്ഥലം വിട്ട് ഓടിപ്പോകും. ഓടിപ്പോയില്ല, പറന്നു വിലയും. They will fly in the kitchen. അവർ കിച്ചണിൽ പറന്നു നടക്കുകയായിരിക്കും. Yes, it is natural. It's nobody's mistake. I don't say so. അത് സ്വാഭാവികമാണ്, അത് ആരുടെയും തെറ്റായി ഞാൻ പറയുന്നില്ല. Yes, but Bible, God never gives importance to the seniority. എന്നാൽ വേദപുസ്തക പ്രകാരം ദൈവം ഒരിക്കലും സീനിയോറിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. He gives the amount of work you do for Him and how you utilize every moment God gives you. Very precious. ദൈവത്തിന് വേണ്ടി എത്രയധികം നിങ്ങൾ പ്രവർത്തിക്കുന്നു, എത്രയധികം സമയം ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്ന നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നാകുന്നു ദൈവം ശ്രദ്ധിക്കുന്നത്. You all must have read this verse at least once in a lifetime. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ തിരുവചന ഭാഗം വായിച്ചിട്ടുണ്ടോ? The first shall be the last and the last shall be even the first. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും. What does it mean? അതിന്റെ അർത്ഥം എന്ത്? We may be claiming on our seniority that I am a believer of 10 years or 20 years, 50 years, and we workers and pastors may also be very much boasting out of seniority for so many years I am on the house of God. ഞാൻ 10 വർഷം 20 വർഷം 50 വർഷം പഴക്കമുള്ള ഒരു വിശ്വാസിയാണ്. പാസ്റ്റർമാരായാൽ പോലും ഇത്രയധികം വർഷമായി ഞാൻ ദൈവത്തിന്റെ വീട്ടിൽ പാർക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു പ്രശംസ നമുക്കുണ്ടായിരിക്കാം. And we ignorantly expect a kind of regard for it. എന്നാൽ അജ്ഞരായി തന്നെ നാം അതിനു വേണ്ടിയുള്ളതായ ഒരു മറ്റുള്ളവർ നമ്മെ കരുതണം എന്നുള്ളതായ ഒരു കാര്യവും നാം ആഗ്രഹിക്കുന്നു. Yes, even I am included in that. അത് ഞാനും ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുന്നു. It has become a bad habit in everyone's life. അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ദുർസ്വഭാവമായി മാറിക്കഴിഞ്ഞു. But I wish we all must put it aside. എന്നാൽ നാം അവയൊക്കെ മാറ്റിവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. God wants time, how we use our time. സമയം നാം എപ്രകാരം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. What have we done for the Lord all these years of our life and time? ജീവിതകാലത്തിൽ കഴിഞ്ഞ കാല ജീവിതത്തിൽ ദൈവം നമുക്ക് അനുവദിച്ച ഇത്രയും സമയത്തിനുള്ളിൽ ദൈവത്തിന് വേണ്ടി നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? Yes, and this time is compared to evil. സമയത്തെ ദോഷത്തോട് താരതമ്യം ചെയ്തിരിക്കുന്നു. Yes, one is time. ഒന്ന് സമയം. Yes, and the other is the sequence or the amount of work or how God's purpose is being fulfilled in our lives. രണ്ടാമതായി പ്രവർത്തനം അഥവാ പ്രവൃത്തി, എത്രയധികം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നിറവേറിയിട്ടുണ്ട് എന്നുള്ളത്. Yes, God is a creator God. ദൈവം സൃഷ്ടികർത്താവാണ്. His creation is not just over it. ദൈവത്തിന്റെ സൃഷ്ടി ഇതുവരെയും പൂർത്തിയായിട്ടില്ല. He has been still doing it. അവൻ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. Yes, He has created all of us as a new man. നമ്മെ ഓരോരുത്തരെയും അവൻ പുതിയ സൃഷ്ടിയാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. And He has been doing that work vigorously
intensely. ആ പ്രവൃത്തിയെ വളരെ തീക്ഷ്ണതയോടുകൂടി താൻ ചെയ്യുന്നു. Yes, even in eternity, നിത്യതയിലും through us he wants to do many great things. നമ്മിൽ കൂടി മഹൽ പ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. So God has been very, very tireless in working. അതുകൊണ്ട് ദൈവം അക്ഷീണ പരിശ്രമം ചെയ്യുന്നു. Yes, and in Matthew chapter 6 verse 34, മത്തായി എഴുതിയ സുവിശേഷം 6-34 we find Jesus having quoted, യേശു ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, Sufficient unto the day is the evil thereof. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. Yes. So here he means some word called evil. ഇവിടെ ദോഷം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. So with the natural mind when you read it, അതുകൊണ്ട് സ്വാഭാവികമായി നാം അത് വായിക്കുമ്പോൾ, yes, you may take it as every day whatever we do is evil. ഓരോ ദിവസവും നാം ചെയ്യുന്ന സകല കാര്യങ്ങളും ദോഷമായി കണക്കാക്കാം. And how much you praise God early morning, പ്രഭാതത്തിൽ എത്രയധികം നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നുവോ, yes, soon after the morning praising, if you happen to read these words, പ്രഭാതത്തിലെ സ്തോത്രാരാധന കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഈ വചനം വായിക്കുന്നുവെങ്കിൽ, you may think that even today I have to face lot of evils in my life. ഇന്നും എന്റെ ജീവിതത്തിൽ ഞാൻ പലവിധത്തിലുള്ള ദോഷങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ശരിയല്ലേ? The meaning of the word evil mentioned here, എന്നാൽ ഇവിടെ ദോഷം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് never speaks about something wicked or something untoward or something unexpected or unfavorable. നാം ഒരിക്കലും നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ഏതെങ്കിലും വിധത്തിലുള്ള അനർത്ഥങ്ങളോ അനിഷ്ട സംഭവങ്ങളോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. He speaks about the responsibilities that we are to handle on a particular day. ഒരു പ്രത്യേക ദിവസത്തിൽ നാം ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാകുന്നു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. As we are liable to handle lot of responsibilities almost daily in our life as routine work. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന പ്രവൃത്തികളായി അനേക ഉത്തരവാദിത്തങ്ങൾ നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. God also is very particular to see that on that particular day His very purpose and plans are also being fulfilled simultaneously. ദൈവത്തിന്റെ കാര്യത്തിൽ നാം നോക്കുമ്പോൾ ക്രമപ്രകാരമായി ഓരോ ദിവസവും താൻ ചെയ്യേണ്ടിരുന്ന പ്രവൃത്തികൾ താനും ചെയ്തു പോരുന്നതിൽ കൃത്യനിഷ്ഠയുള്ളവനായിരുന്നു എന്ന് നമുക്ക് കാണാം. And therefore in John 9 verse 4, യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-4 Jesus said, യേശു പറഞ്ഞു, I must work the works of him that sent me എന്നെ അയച്ചവന്റെ പ്രവൃത്തി ഞാൻ ചെയ്യേണ്ടതാകുന്നു while it is day. പകലുള്ളിടത്തോളം. So while it is day, he was very particular and went on fulfilling God's purpose in his life. അതുകൊണ്ട് പകലുള്ളിടത്തോളം തന്നെക്കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പദ്ധതി നിർവഹിക്കുന്നതിൽ താൻ വളരെയധികം സൂക്ഷ്മതയോടെ ജാഗരൂകനായി പ്രവർത്തിച്ചു. We are much concerned about all our physical and family affairs. ഭൗമികമായ കുടുംബപരമായ കാര്യനിർവഹണത്തിൽ മാത്രം നാം വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നു. And we hardly give any importance to God's purposes to be carried forward in our life daily. എന്നാൽ ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ ദൈവ പദ്ധതി നിറവേറുന്നതിൽ നാം തൽപരരായി പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? Hardly we understand what is God's plan for me. What must I do for God today? എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്ത്, അഥവാ ഇന്ന് ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ത് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? Yes, hardly we think about it. നാം മിക്കപ്പോഴും അപ്രകാരം ചെയ്യുന്നില്ല. We have formed a society, we have a church, and once in 3 weeks we are expected to come to church and we will come. 3 ആഴ്ചയിലൊരിക്കൽ നാം സഭയിൽ വരണം ഇപ്രകാരം പ്രതീക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെ നാം ബാഹ്യമായി മാത്രം ഇവ കൈകാര്യം ചെയ്തു പോരുന്നു. So we have got accustomed to live a life in accordance with the society. ആകയാൽ സമൂഹത്തിനൊത്തതായ ഒരു ജീവിതം നയിക്കുന്നതിൽ നാം അതീവ തൽപരരായിത്തീരുന്നു. I used to put it this way, that most believers and workers nowadays have become religious and hardly they are spiritual. നമ്മുടെ പല ദൈവമക്കളും പല ശുശ്രൂഷകരും തന്നെ മതപരമായ കാര്യങ്ങളിൽ വളരെ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു, എന്നാൽ ദൈവികമായി അല്ലതാനും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവർ മതത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നെങ്കിലും ആത്മീയരല്ല. Sundays they must come to meeting. Whatever the reasons they will come. എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും ഞായറാഴ്ചയുള്ള ആരാധനയിൽ പങ്കെടുക്കും. Yes, however, whatever the lifestyle may be, but they will be very faithful in tithe. ഏതെല്ലാം വിധത്തിലുള്ള എങ്ങനെയുള്ള ഒരു ജീവിതം അവർ നയിച്ചാലും ശരി, അവർ ദൈവത്തിനുള്ള ദശാംശം കൊടുക്കുന്നതിൽ വിശ്വസ്തരായിരിക്കും. Yes, and they will give.
അവൻ നിശ്ചയമായി കൊടുക്കും. In how they earn money, God knows. ഏത് വിധത്തിലാണ് അവർ ആ പണം സമ്പാദിക്കുന്നത് എന്നുള്ളത് ദൈവത്തിനെ അറിയുകയുള്ളൂ. But they have one truth that we must pay tithe. എന്നാൽ ഒരു സത്യം അവർക്കറിയാം, ദശാംശം കൊടുക്കണം. Even if they don't repent, ask them to take baptism every year, they will do. ഒരുപക്ഷെ അവർ മാനസാന്തരത്തിന്റെ അനുഭവമോ ജലസ്നാനമോ ഒന്നും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, No. Even if they don't repent for 10 years. 10 വർഷത്തോളം അവർ മാനസാന്തരപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അവർ If there is a rule in the church that every year they must be baptized, they will do. വർഷം തോറും സ്നാനപ്പെടണം എന്നുള്ളതായ ഒരു നിയമം സഭയിലുണ്ടെങ്കിൽ അവരത് ചെയ്യും. Yes. Why? It is a religious activity. എന്തുകൊണ്ടെന്നാൽ അത് മതപരമായ ഒരു പ്രവർത്തനമാണ്. And since the day they come out of water, what is a baptism, they will count their seniority. ജലസ്നാനം പ്രാപിച്ച ആ ദിവസം മുതൽ തങ്ങളുടെ സീനിയോറിറ്റി അവർ എണ്ണുവാനും തുടങ്ങും. Yesterday I visited one believer's family. ഇന്നലെ ഒരു വിശ്വാസി സഹോദരന്റെ കുടുംബത്തെ ഞാൻ സന്ദർശിച്ചു. I met a grand old believer. ഞാൻ ഒരു പഴക്കം ചെന്നതായ ഒരു വിശ്വാസിയെ ഞാൻ സന്ദർശിച്ചു. By age he is 90 years. പ്രായം നോക്കിയാൽ 90 വയസ്സുണ്ട്. And he is still very young like Caleb. എങ്കിലും കാലേബിനെ പോലെ യുവത്വം തനിക്കുണ്ട്. I was rather jealous by seeing him. തന്നെ കണ്ട് ഞാൻ അസൂയപ്പെട്ടു. All his teeth are intact. പല്ലെല്ലാം നല്ല ദൃഢമായ പല്ലുകൾ തനിക്കുണ്ട്. I asked him whether these are all artificial or original. അതെല്ലാം യഥാർത്ഥത്തിലുള്ളതാണോ അതോ വെപ്പുപല്ലാണോ എന്ന് ഞാൻ തന്നോട് ചോദിച്ചു. So gladly he said, Pastor, everything is natural. താൻ വളരെ സന്തോഷത്തോട് പറഞ്ഞു, പാസ്റ്റർ, ഇതെല്ലാം എന്റെ പല്ല് തന്നെയാണ്. He seemed to be a very strong man. വളരെ ഉറപ്പുള്ള ബലമുള്ള ഒരു മനുഷ്യനായിരുന്നു താൻ. And he has been explaining how in their days the ministry was, they started this ministry and all the back histories he was explaining. ശുശ്രൂഷയുടെ പ്രാരംഭ നാളുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയും താൻ എന്നോട് വിവരിക്കുകയായിരുന്നു. Yes, it was thrilling. വളരെയധികം ആശ്ചര്യമുളവാക്കുന്നവയായിരുന്നു. But I could find him as a spiritual man, so I praise God. എന്നാൽ തന്നെ ഞാൻ ഒരു ആത്മീയനായി കണ്ടതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. Still the same way of praising God, the same way of praying, and everything was in him, and the zeal and everything I could find in him. വളരെ തീക്ഷ്ണതയുള്ളതായ പ്രാർത്ഥനയും ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവങ്ങളൊക്കെയും എനിക്ക് തന്നിൽ കാണുവാൻ കഴിഞ്ഞു. Yes, I could find the great love for the saints of God too. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള തന്റെ അതിയായ സ്നേഹവും എനിക്ക് തന്നിൽ കാണുവാൻ കഴിഞ്ഞു. There are some exceptions in many places in the lives of many people. അതുപോലെ തന്നെ പല ജനങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ളതായ ഒഴിവുകൾ നമുക്ക് കാണുവാൻ But കഴിയും. kindly be known to you that don't be satisfied with all your religious activities, but rather be spiritual. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദയവായി നിങ്ങളുടെ മതപരമായ കാര്യങ്ങളല്ല, ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ തൽപരരായി കാണപ്പെടേണം. One aspect why Jesus used to denounce the Pharisees in his days was തന്റെ ജീവിതത്തിൽ പരീശന്മാരെ യേശു വിമർശിച്ചതിന്റെ ഒരു പ്രധാന കാരണം എന്തെന്നാൽ they were very, very faithful in prayers and fastings and giving tithes. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദശാംശം കൊടുക്കുന്നതിലൊക്കെയും അവർ വളരെ വിശ്വസ്തരായിരുന്നു. In Matthew 23:23 we read, മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, you don't have to read, just make a note of it. It is there in the Bible. വായിക്കേണ്ട, നിങ്ങൾ ദയവായി കുറിച്ചു വെക്കുക, അത് വേദപുസ്തകത്തിലുണ്ട്. Go home and confirm it. വീട്ടിൽ ചെന്നത് ഉറപ്പാക്കുക. Otherwise your concentration will get lost. അതല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ വിട്ടുമാറും. Right. Look at me. ഇവിടെ എന്നെ ശ്രദ്ധിക്കുവേൻ. And Jesus told them, യേശു പറഞ്ഞു, in tithes and offerings and fastings and prayers you are very faithful. നിങ്ങൾ ദശാംശം കൊടുക്കുന്നതിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിലും ഉപവസിക്കുന്നതിലൊക്കെ വളരെ വിശ്വസ്തരാണ്. But you have lost the weightier matter. You never give importance to the weightier matters of the law. എന്നാൽ ന്യായപ്രമാണത്തിന്റെ ഘനമേറിയ കാര്യങ്ങൾ നിങ്ങൾ ത്യജിക്കുന്നു. Can you read in Malayalam? This verse is very important. Somebody. മത്തായി എഴുതിയ സുവിശേഷം 23-ാം വാക്യം ദയവായി വായിച്ചോട്ടെ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. Yes. So they rejected the most important things in life. ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ നിരസിച്ചു. Like mercy, like judgments. കരുണ, ന്യായം. They never wanted to know about God's judgment. ഒരിക്കലും ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് അവർ അറിയുവാൻ തൽപരരല്ലായിരുന്നു. But they were very, very religious. എന്നാൽ അവർ മതപരമായി വളരെ ഉത്സുകരായിരുന്നു. Even Paul, before his salvation, had that boasting. പൗലോസ് രക്ഷയുടെ അനുഭവം പ്രാപിക്കുന്നതിന് മുൻപ് തനിക്കൊരു പ്രശംസയുണ്ടായിരുന്നു. He says very confidently that I live a life blameless concerning the law. ഞാൻ ന്യായപ്രമാണ പ്രകാരം കളങ്കമില്ലാത്തൊരു ജീവിതം നയിക്കുന്നു എന്ന് താൻ വളരെ ധൈര്യത്തോടുകൂടെ പറയുന്നു. He was gloating on the flesh. താൻ ജഡത്തിൽ പ്രശംസിച്ചു. Yes, but later on he understood that it was meaningless. എന്നാൽ പിന്നീട് താൻ മനസ്സിലാക്കി അത് അർത്ഥമില്ലാത്ത ഒരു വാക്കായിരുന്നുവെന്ന്. Weightier matters of the law depends on your character. ന്യായപ്രമാണത്തിന്റെ ഘനമേറിയ കാര്യങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ ആസ്പദമാക്കിയിരിക്കുന്നു. You must be merciful. കരുണയുള്ളവരായിരിക്കണം. You must be honest before God. ദൈവത്തിന് മുൻപാകെ നിങ്ങൾ
വിശ്വസ്തരായിരിക്കണം. Right. And you must also have a clear knowledge about God's coming judgment. ദൈവത്തിന്റെ വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. They were very ignorant about this important truth. എന്നാൽ ഈ പ്രധാനപ്പെട്ട സത്യങ്ങളെക്കുറിച്ച് അവർ അജ്ഞരായിരുന്നു. So even this morning we must repent for all our habitual religious form of activities and the pride that we have in it. ആകയാൽ സ്വാഭാവികമായും നമ്മളുടെ മതപരമായുമുള്ളതായ ഇങ്ങനെയുള്ളതായ സ്വഭാവങ്ങളെക്കുറിച്ച് നാം അനുവദിക്കുകയും നമുക്കുള്ളതായ ആ പ്രശംസയിൽ നിന്ന് നാം വിടുവിക്കപ്പെടുകയും വേണം. And how does the Holy Spirit do a work of transformation in our life and character is most important. ആ പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. Yes, the change in our life and our character is much more important than all other ministries. മറ്റെല്ലാ ശുശ്രൂഷകളെക്കാളും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലും ഉണ്ടാകുന്നതായ ഈ രൂപാന്തരം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. Yes, and therefore let's make a resolution this morning. Lord, from today I never waste the precious moments that you give me. ആകയാൽ ഇന്നു മുതൽ നമുക്ക് ദൈവസന്നിധിയിൽ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാം. ഇനിമേലാൽ ദൈവം എനിക്ക് തന്നിട്ടുള്ളതായ വിലയേറിയ സമയങ്ങൾ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. In Ephesians 5:16 and 17. എഫേസ്യർ 5-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ the Saint Paul reproduces this truth and gives more emphasis to time. ഈ സമയത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് അവിടെ ഊന്നിപ്പറയുകയും അതിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും സ്പഷ്ടമായി പറയുകയും സമയത്തെക്കുറിച്ച് അവിടെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. There he uses one beautiful word in English, redeem the time. നിങ്ങൾ സമയത്തെ വീണ്ടെടുക്കണമെന്ന് വിശുദ്ധ പൗലോസ് മനോഹരമായ ഒരു വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നു. To redeem anything you have to pay a price. ഏതൊന്നിനെയും വീണ്ടെടുക്കേണ്ടതിനായി നിങ്ങൾ അതിനൊരു വില കൊടുക്കണം. He doesn't say buy, but he says redeem. വാങ്ങുക എന്നല്ല വീണ്ടെടുക്കുക എന്ന് താൻ പറയുന്നു. So redeem is something I have lost. വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ ഏതോ ഒന്ന് ഞാൻ നഷ്ടപ്പെടുത്തി എന്നർത്ഥം. And I have to take it back. അത് ഞാൻ തിരികെ എടുക്കണം. To take it back, തിരികെ എടുക്കേണ്ടതിന് I have to pay the price. ഞാൻ അതിന്റെ വില കൊടുക്കണം. Yes, in the Old Testament, redemption, for anything to be redeemed, people had to pay a ransom. പഴയ നിയമകാലത്ത് ഏതെങ്കിലും ഒരു കാര്യം വീണ്ടെടുത്തതിനായി ജനം അതിനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടിയിരുന്നു. Bible says that Jesus redeemed us. തിരുവചനം പറയുന്നു യേശു നമ്മെ വീണ്ടെടുത്തു. And he gave his life as a ransom to redeem your life and give it back to you. നിങ്ങളുടെ ജീവിതത്തെ വീണ്ടെടുത്ത് നിങ്ങൾക്ക് മടക്കി തരേണ്ടതിനായി തന്റെ ജീവിതത്തെ അവൻ പ്രായശ്ചിത്തയാഗമാക്കി എന്ന് തിരുവചനം പറയുന്നു. The price is to be paid to redeem even time. We have wasted lot of time. നാം വളരെയധികം സമയം നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് ആ സമയത്തേക്കും നാം വീണ്ടെടുക്കേണ്ടതിനായി അതിനുള്ള വില നാം കൊടുക്കണം. Esau came his own time. ആ ലോത്തിനെയും ഈ ഏശാവിനെയും പോലെ ഏശാവ് തന്റെ സ്വന്തം സമയത്തെ വിനിയോഗിച്ചു. In the meantime, Jacob, his brother, came, gave beautiful food to his father, got the blessing and got up. എന്നാൽ ആ സമയത്ത് തന്റെ സഹോദരനായ യാക്കോബ് വരികയും അപ്പന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. How important is your time? എത്രയധികം സമയം പ്രധാനപ്പെട്ടതാണെന്ന് നോക്കുവേൻ. When Esau came back in his own time, ഏശാവ് തന്റെ സമയത്തെത്തിയപ്പോൾ, yes, Bible says he wept bitterly with his father to have one blessing, but the father said no. വേദപുസ്തകം പറയുന്നു ഒരേ ഒരു അനുഗ്രഹത്തിന് വേണ്ടി താൻ തന്റെ പിതാവിനോട് അതിദുഃഖത്തോടെ കരഞ്ഞപേക്ഷിച്ചു, എങ്കിലോ അത് അവന് ലഭിച്ചില്ല. Father, don't you have even one blessing to give me? He said, no son, I have given everything to your brother Jacob. അവൻ തന്റെ പിതാവിനോട് അപ്പാ നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളുവോ എന്ന് ചോദിച്ചു. എന്നാൽ അപ്പൻ അവനോട് ഇല്ല, ഞാൻ സകലവും യാക്കോബിന് കൊടുത്തു കഴിഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. I don't have even one, he said. ഒരു അനുഗ്രഹം പോലും എനിക്ക് ശേഷിപ്പിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. Therefore Bible calls Esau a profane person. ആകയാൽ ഏശാവിനെ കുറിച്ച് മലിനൻ എന്ന് തിരുവചനം പറയുന്നു. Yes, so when we waste our time doing the right thing, failing to do the right thing at the right time, ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് ചെയ്യുവാൻ നാം കഴിയാതെ പോയാൽ നാമും അഭക്തരായി തീരുന്നു. I remember in the year 1971 I came to Tambaram to join Air Force. 1979 എയർഫോഴ്സിൽ ചേരേണ്ടതിനായി ഞാൻ 71 എയർഫോഴ്സിൽ ജോലിയേണ്ടതിനായി ഞാൻ താമ്രത്ത് വന്നത് ഞാൻ ഓർക്കുന്നു. Yes, I saw the ad in the newspaper. I told my father I just would like to join Air Force. പത്രത്തിൽ അതിനെ കുറിച്ചുള്ള പരസ്യം കണ്ടപ്പോൾ ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞു എനിക്കതിൽ ചേരുവാൻ താല്പര്യമുണ്ടെന്ന്. All the required qualities were in me, so I thought, well, I'll get to it. അതിന്റെ യോഗ്യതകളെല്ലാം എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കത് ലഭിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. So by the way, I came home from home to Tambaram. വീട്ടിൽ നിന്ന് ഞാൻ താമ്രത്തിലേക്ക് വന്നു. And
I was late by just 5 minutes. എന്നാൽ 5 മിനിറ്റ് താമസിച്ചു പോയി. Only 5 minutes. 5 മിനിറ്റ് മാത്രം. And they didn't open the gate for me. എനിക്ക് വേണ്ടി അവർ ഗേറ്റ് തുറന്നില്ല. And with me there were some more boys. എന്നോടൊപ്പം തന്നെ മറ്റു പല ആൺകുട്ടികളും ഉണ്ടായിരുന്നു. I pleaded the gatekeeper saying I had traveled now the whole night and all the way about 200 kilometers back I came. 200 കിലോമീറ്ററൊക്കെ വളരെയധികം യാത്ര ചെയ്താണ് കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത്. ദയവായി ആ വാതിൽ തുറക്കണമേ എന്ന് ആ വാതിൽ കാവൽക്കാരനോട് ഞാൻ അപേക്ഷിച്ചു. Hardly 5 minutes. 5 മിനിറ്റ് മാത്രം. And there was another guy standing before me. He came only 2 minutes late. എന്റെ മുൻപിൽ നിന്നുള്ളതായ വ്യക്തി 2 മിനിറ്റ് താമസിച്ചതേ ഉള്ളൂ. And he had come from Arunachal. അരുണാചലിൽ നിന്നായിരുന്നു താൻ വന്നത്. So the watchman told me, he has come from Arunachal. You came only from Kerala. കേരളത്തിൽ നിന്നാണല്ലോ നിങ്ങൾ വന്നത്. ഈ വ്യക്തി അരുണാചലിൽ നിന്ന് വന്നതാണെന്ന് ആ കാവൽക്കാരൻ എന്നോട് പറഞ്ഞു. We are given strict law that even 1 second late, we have no right to send you in. 1 സെക്കൻഡ് താമസിച്ചാൽ പോലും അകത്ത് കടത്തിവിടുവാൻ ഞങ്ങൾക്ക് അനുവാദമില്ല എന്ന് താൻ പറഞ്ഞു. I had to went back shamefully. എന്നാൽ വളരെ ലജ്ജയോടുകൂടി എനിക്ക് മടങ്ങി പോരേണ്ടി വന്നു. Disappointed. നിരാശനായി പോന്നു. Yes, see how important to maintain timing is. നോക്കുവിൻ, നാം സമയത്തിൽ കൃത്യനിഷ്ഠത പാലിക്കുന്നതിൽ എത്രയധികം ശ്രദ്ധ ചെലുത്തേണം. God has his own plans and purposes in detail. ദൈവത്തിന് വളരെ വിപുലമായ രീതിയിൽ തന്റേതായ പദ്ധതികളും ഉദ്ദേശങ്ങളും He ഉണ്ട്. wants to do something in your life today. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു പ്രത്യേക കാര്യം ചെയ്യുവാൻ ദൈവം tomorrow. നാളെ ഒരു കാര്യം ചെയ്യുവാൻ തനിക്കുണ്ട്. Yes, like that every day he has something to do. അങ്ങനെ ഓരോ ദിവസവും ദൈവത്തിന് ചെയ്യുവാൻ പല കാര്യങ്ങളും നിങ്ങളിലുണ്ട്. Therefore Jesus said, അതുകൊണ്ട് യേശു പറഞ്ഞു, sufficient unto you is the evil for that day. The evil means God set plans and purposes for you. ദോഷമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളതായ പദ്ധതികളും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുമാകുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. When he says sufficient, he says that that's enough for you. മതി എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം മതി എന്നാകുന്നു പറയുന്നത്. Give more importance to that. അതിന് നിങ്ങൾ അധികം പ്രാധാന്യം കൊടുക്കണം. Leaving aside all your personal liabilities. വ്യക്തിപരമായ സകല കാര്യങ്ങളും മാറ്റിവെക്കണം. That's what he specifically mentioned there. But you don't understand. അതിനെക്കുറിച്ചാണ് അവിടെ ഉത്ബോധിപ്പിക്കുന്നത്, എന്നാൽ നിങ്ങൾക്കത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. Yes, when these people, when they failed to give importance to timing, their loss was really very, very unfortunate. സമയം പാലിക്കുന്നതിൽ ഇത്രയധികം വീഴ്ച ഈ വ്യക്തികൾ വരുത്തിയപ്പോൾ അവരുടെ അന്ത്യം വളരെയധികം ദാരുണമായി തീർന്നു. Yes, so from today, before you leave this campus, at least do something well and good. Make a new resolution that at least one truth I heard being the first time, perhaps, that from today I'll maintain time. ആകയാൽ ഇന്ന് നിങ്ങൾ ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകുന്നതിന് മുൻപ് തന്നെ ഒരു തീരുമാനമെടുക്കണം. ഇനിമേലാൽ സമയം പാലിക്കുന്നതിൽ ഞാൻ സമയനിഷ്ഠ പാലിക്കുന്നതിൽ ഞാൻ കൃത്യമായി ചെയ്യുമെന്ന് പറയണം. Yes, if you lose your time, you will be a great loser in the end. സമയം നഷ്ടപ്പെടുത്തിയാൽ നിങ്ങളുടെ അന്ത്യനിമിഷങ്ങളിൽ വളരെയധികം നഷ്ടം സംഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. By the time you come to a realization, it will be too late for you to rectify your life. നിങ്ങൾ ഇത് സമയത്തെക്കുറിച്ച് ഗ്രഹിക്കുന്ന ഒരു സമയം വരുമ്പോൾ ജീവിതത്തെ തിരുത്തുവാൻ വളരെയധികം സമയം നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വന്നേക്കാം. In Acts 3rd chapter, verses 20 and 21, we read that true refreshing comes from the presence of God. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഥാർത്ഥ ചൈതന്യം ദൈവസന്നിധിയിൽ നിന്ന് വരുന്നു എന്ന് നാം കാണുന്നു. Yes, then there also we find about time. God has a certain time to refresh your soul. അവിടെ It may be in a prayer meeting, it may be in a Bible study, it may be in a fasting prayer, or it may be in a visiting. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചൈതന്യം വരുത്തുവാൻ ഒരു പ്രത്യേക സമയമുണ്ട്. ഒരുപക്ഷെ അതൊരു ഉപവാസ പ്രാർത്ഥനയായിരിക്കാം, കാത്തിരിപ്പ് യോഗമായിരിക്കാം, ഭവന സന്ദർശനത്തിന്റെ സമയമോ വേദപാഠത്തിന്റെ സമയമോ ആയേക്കാം. Abraham waited for 25 long years to have a son in fulfillment of the promise God made for him. ദൈവം തനിക്ക് നൽകിയതായ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി ഒരു മകന് വേണ്ടി അബ്രഹാമിന് 25 വർഷക്കാലം കാത്തിരിക്കേണ്ടി വന്നു. But that never brought any change in his life. എങ്കിലും അത് തന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുത്തിയില്ല. When God fulfilled it, നിങ്ങൾക്കറിയാമോ എപ്പോഴായിരുന്നു ദൈവം അത് നിവർത്തിച്ചത്? one fine morning when he was sitting at his gate, ഒരു സുപ്രഭാതത്തിൽ താൻ തന്റെ വാതിലിലായിരിക്കുമ്പോൾ he saw 2 angels passing by. 2 ദൂതന്മാർ കടന്നു പോകുന്നത് താൻ കണ്ടു. They were not coming to his house for a visiting. തന്റെ വീട്ടിലേക്ക് സന്ദർശനത്തിനായി വന്നതല്ലായിരുന്നവർ. But when Abraham saw them afar off, എന്നാൽ വിദൂരത്ത് വെച്ച് തന്നെ അബ്രഹാം അവരെ കണ്ടപ്പോൾ he became very active. അവൻ വളരെ ഉത്സുകനായി തീർന്നു. If I were there, perhaps I would have thought that even he is not coming to my house for visiting, why should I go after him? ഒരുപക്ഷെ അവിടെ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചേനെ, അവർ എന്റെ വീട്ടിലേക്ക് അല്ലല്ലോ വരുന്നത്, പിന്നെ എന്തിന് ഞാൻ അവർക്ക് വേണ്ടി ഇത്രയധികം കരുതണമെന്ന്. Sometimes you also by mistake think like that, isn't it? നിങ്ങളും ഒരുപക്ഷെ അപ്രകാരം തെറ്റായി ചിന്തിക്കുന്നവരായിരിക്കാം. Yes, because after all we are all human beings. എന്തുകൊണ്ടെന്നാൽ നാം എല്ലാവരും മനുഷ്യരാണല്ലോ. Yes, but Abraham ran after them. എന്നാൽ അബ്രഹാം അവരുടെ പിന്നാലെ ഓടിച്ചെന്നു. They told
told them, today our visiting is not to your house. We are proceeding towards Sodom and Gomorrah. We have an assignment from God to bring down God's judgment on those cities. അവർ പറഞ്ഞു, ഇന്ന് ഞങ്ങൾ നിന്റെ ഭവനം സന്ദർശിക്കേണ്ടി വന്നവരല്ല, ഞങ്ങൾ സോദോം ഗൊമോറയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. അവിടെ ആ പ്രദേശത്ത് ദൈവത്തിന്റെ ന്യായവിധി വരേണ്ടതിനുള്ളതായ ഒരു പ്രവൃത്തിയുമായാണ് ദൈവം ഞങ്ങളെ അയച്ചിരിക്കുന്നത്. But he forced them and brought them by force to his house. എന്നാൽ താൻ അവരെ നിർബന്ധിച്ച് തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുചെന്നു. Nothing doing unless you have a meal in my house and I never let you go. ഒരു നേരത്തെ ആഹാരം എന്റെ ഭവനത്തിൽ നിന്നും കഴിച്ചിട്ടല്ലാതെ ഞാൻ നിങ്ങളെ വിടുകയില്ല എന്ന് താൻ പറഞ്ഞു. Yes, and he gave them the best food. അതെ, താൻ അവർക്ക് വളരെ നല്ല ആഹാരം കൊടുത്തു. And he said, no, before they left, എന്നാൽ അവർ മടങ്ങിപ്പോകുന്നതിന് മുൻപ് തന്നെ they renewed the promise which God gave to Abraham 25 years ago. 25 വർഷം, Almost 24 years ago. ഏകദേശം 24 വർഷത്തിന് മുൻപ് ദൈവം അബ്രഹാമിനോട് ചെയ്തതായ വാഗ്ദത്തത്തെയും അവരൊരിക്കൽ കൂടി അവനെ ഓർപ്പിച്ചിട്ടായിരുന്നു പോയത്. Next year by this time, yes, Sarah will have a child. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞു. She laughed because she was 90 years old then. 90 വയസ്സ് പ്രായമുള്ളവളായിരുന്നു അവൾ, അതുകൊണ്ട് അവൾ ചിരിച്ചു. Yes, but they said no, categorical. She will have a child next year. എന്നാൽ അവർ പറഞ്ഞു, ഇല്ല, നിശ്ചയമായും അവൾക്ക് ഈ സമയമാകുമ്പോൾ ഒരു മകൻ ഉണ്ടാകും. But that was not their duty on that particular day. എന്നാൽ ആ പ്രത്യേക ദിവസത്തിൽ ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തി, അവർക്ക് നിയോഗിച്ചിട്ടുള്ള ഒരു പ്രവൃത്തി അല്ലായിരുന്നു അത്. But Abraham's humility and love for the servants of God. എന്നാൽ അബ്രഹാമിന് വളരെയധികം താഴ്മയും വിശുദ്ധന്മാരെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു. And the zeal he had to serve them. അവരെ ശുശ്രൂഷിക്കുന്നതിനുള്ളതായ ഒരു എരിവ് അവനുണ്ടായിരുന്നു. And he made a right use of the precious moment in his life to do some service to them. തനിക്ക് ലഭിച്ചതായ ആ പ്രത്യേക സമയത്തെ നിഷ്ഫലമാക്കാതെ അത് അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുവാനും അവൻ സന്നദ്ധനായിരുന്നു. And he got his promise fulfilled that particular day. അങ്ങനെ ആ ദിവസത്തിൽ തന്നെ ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തി അവൻ പ്രാപിക്കുകയും ചെയ്തു. We waste all our time and out of turn basis we want God to do great things for us. Like Esau, for years and months we cry and weep still in great agony and anguish of soul. നാം സമയനിഷ്ഠ പാലിക്കുന്നില്ല എങ്കിലും പലപ്പോഴും നാം അതിൽ അവിശ്വസ്തരായി തീരുന്നെങ്കിലും ദൈവം നമ്മുടെ കാര്യങ്ങളൊക്കെ നിവർത്തിക്കണമെന്നും ആ യേശുവിനെ പോലെ നാമും വളരുകയും ദുഃഖിച്ച് ഭാരപ്പെട്ട് പിന്നീട് അതിനുവേണ്ടി കേണപേക്ഷിക്കുകയും ചെയ്യുന്നവരായിരിക്കുന്നു. For years we cry, for years we weep, but we fail to understand. Yes. വർഷങ്ങളോളം നാം കരയുന്നെങ്കിലും ഒരു കാര്യം നാം മനസ്സിലാക്കാതെ പോകുന്നു. Long ago you missed God-given precious opportunity. മുൻപ് തന്നെ എപ്പോഴും ഒരു സമയം ദൈവം നിങ്ങൾക്ക് തന്നതായ വിലപ്പെട്ട സമയത്തെ നിങ്ങൾ നഷ്ടമാക്കിയിരുന്നു. English people say missed opportunities never come again. നിങ്ങൾ നഷ്ടപ്പെടുത്തിയതായ ആ അവസരങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയില്ല എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. Missing a golden opportunity is in fact missing the mark. സുവർണ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക എന്നത് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെ നഷ്ടപ്പെടുത്തുക എന്നർത്ഥം. Sometimes we don't pray for 3 days. ചിലർ 3 ദിവസത്തേക്ക് പ്രാർത്ഥിക്കാറില്ല. On the first day of your prayer, perhaps God was ready to give you an answer. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ 1-ാം ദിവസത്തിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ ദൈവം ഒരുക്കമുള്ളവനായിരുന്നു. When Daniel started praying, the very first day God sent the answer. ദാനിയേൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയ 1-ാം ദിനത്തിൽ തന്നെ ഉത്തരവുമായി ദൈവം അവിടേക്ക് ചെന്നു. Perhaps Daniel failed to pray on that particular day. ഒരുപക്ഷെ ആ പ്രത്യേക ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നതിൽ ദാനിയേൽ വീഴ്ച വരുത്തിയിരുന്നുവെങ്കിൽ Yes, he could have never had that answer. ഒരിക്കലും അവന് ആ ഉത്തരം ലഭിക്കുകയില്ലായിരുന്നു. God told Abraham, pack up, take your son and go to Moriah, to one of the mountains which I'll show you. അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തത് എന്തെന്നാൽ നീ നിന്റെ ഏകജാതനായ മകനെയും കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സ്ഥലത്ത് ചെല്ലുക. Like Balaam, he never went after God asking him time and again. ബാലാമിനെ പോലെ താൻ സമയം ചോദിച്ചുകൊണ്ട് ദൈവത്തിന്റെ പിന്നാലെ വീണ്ടും ചെന്നില്ല. The very next moment he packed up and he proceeded. അടുത്ത നിമിഷം തന്നെ അവൻ തന്റെ സാമഗ്രികളുമായി അവിടേക്ക് പുറപ്പെട്ടു. When he made right use of the moment God gave him, ദൈവം തനിക്ക് നൽകിയ ആ നിമിഷത്തെ അവൻ തക്കത്തിൽ ഉപയോഗിച്ചപ്പോൾ God worked for him. ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. And God was very much waiting there on that mount. ആ പർവ്വതത്തിൽ തനിക്ക് വേണ്ടി ദൈവം കാത്തിരിക്കുകയായിരുന്നു. With a readily available ram also. അവന് വേണ്ടിയതായ ഒരു ആട്ടുകൊച്ചിനെയും കൂടി ദൈവം തന്നോടൊപ്പം കരുതിയിരുന്നു. Perhaps taken for granted, Abraham delayed one day in going. ഒരുപക്ഷെ ആബ്രഹാം അവിടേക്ക് ചെല്ലുവാൻ ഒരു ദിവസം താമസം വരുത്തിയിരുന്നുവെങ്കിൽ The ram would have run away. ആട്ടുകൊച്ചിന് അവിടെ നിന്ന് ഓടിപ്പോകുമായിരുന്നു. And the angel would have turned back. That Abraham failed to turn up. Then why should I waste my time here? ആബ്രഹാമിന് ഇവിടെ ഇത്രത്തോളം ഞാൻ കാത്തിരുന്നെന്റെ സമയം നഷ്ടപ്പെടുത്തിയുള്ളൂ എന്ന് പറഞ്ഞ് ദൂതനും ഒരുപക്ഷെ പിന്തിരിഞ്ഞു പോയേ. When God tells you to do something, God is very much
there to help you, to hear you. ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ചെവി ചായ്ക്കേണ്ടതിനും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതിനും ദൈവം വളരെയധികം ശ്രദ്ധാലുവായിരിക്കുന്നു. God may expect from you that for some of your need in this convention, you must ask him and you must receive it. നിങ്ങളുടെ ഏതെങ്കിലും ചില ആവശ്യങ്ങൾ ഈ കൺവെൻഷനിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുകയും അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും വേണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Perhaps it's God's plan that in the year 2016 in Kottarakkara International Convention, he wants to bless you with a gift of the anointing of the Holy Ghost. ഒരു പക്ഷേ ഈ 2016 കൊട്ടാരക്കര കൺവെൻഷൻ മുഖാന്തരം നിങ്ങളെ പരിശുദ്ധാത്മാവെന്ന ദാനത്താൽ അഭിഷേകം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവും. But if you think that for the last 10 years he never did, then what is he going to do this year? Forget it. കഴിഞ്ഞ 10 വർഷക്കാലം ദൈവം അത് ചെയ്തില്ല, ഇനി ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിച്ച് ഒരുപക്ഷെ നിങ്ങൾ അത് ഉപേക്ഷയായി കണ്ടേക്കാം. You despise the golden opportunity God gives you. ദൈവം നിങ്ങൾക്ക് തരുന്ന ഈ സുവർണ അവസരത്തെ നിങ്ങൾ തുച്ഛീകരിക്കുന്നവരായിരിക്കാം. And God will feel pity for you then. ദൈവം അതിനെ ഓർത്ത് നിങ്ങളോട് സഹതാപം കാണിച്ചേക്കാം. God says he will only have pity for you. ദൈവത്തിന് നിങ്ങളോട് സഹതപിക്കാനേ കഴിയുകയുള്ളൂ. What will he say? ദൈവം എന്ത് പറയും? I want to do my best to him, but he never comes. എന്റെ ഏറ്റവും നല്ല പ്രവൃത്തി ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അവനോ മടങ്ങി വരുന്നില്ല. He has his own calculations. തന്റേതായ കണക്കുകൂട്ടലുകളാണ് അവനുള്ളത്. Many a times our own calculation brings disgrace to us and failures and disappointments in our life. പലപ്പോഴും നമ്മുടേതായ കണക്കുകൂട്ടലുകളിൽ നമ്മെ ദാരുണമായ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുകയും നമ്മെ You must have read a verse in Bible. Your thoughts are not my thoughts. Your time is not my time. Your means and methods and process are not mine. നിന്റെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങളല്ല, നിന്റെ വഴികൾ എന്റെ വഴികളുമല്ല, നിന്റെ ആവശ്യങ്ങളൊക്കെയും എന്റെ ഹൃദയത്തിന് ഒത്തതുമല്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു. So we must be waiting for God for His time to receive the best from the Lord. Which is concerned about our life. ഏറ്റവും നല്ലത് നമ്മെക്കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നുവോ അത് നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിനായി ദൈവത്തിന്റേതായ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടത് ആവശ്യം. So never have your own calculations. You will be put to disappointment in the end. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടേതായ കണക്കൂട്ടൽക്കൊത്തോണം മുൻപോട്ട് പോകരുത്. ഒടുവിൽ അവ നിരാശയിൽ നമ്മെ കൊണ്ടെത്തിക്കും. Always wait for God's time and God's works. എപ്പോഴും ദൈവത്തിന്റെ സമയത്തിന് വേണ്ടിയും ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായും നാം കാത്തിരിക്കണം. God's delay will never be a denial. ദൈവം താമസം വരുത്തുന്നുവെങ്കിൽ ഒരിക്കലും ദൈവം നമ്മെ തള്ളിക്കളയുന്നു എന്ന് അർത്ഥമല്ല. In the case of the death of Lazarus, when he was sick, Jesus didn't turn up. ലാസറിന്റെ മരണത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ അവൻ മരിച്ച സമയം യേശു ഇവിടെ ഇല്ലായിരുന്നു. No, he got the message, but he didn't go. യേശുവിന് താൻ മരിച്ചു എന്നുള്ളതായ വാർത്ത ലഭിച്ചുവെങ്കിലും യേശു അവിടേക്ക് ചെന്നില്ല. We may think that Jesus never maintained time. Am I right? നാം ചിന്തിച്ചേക്കാം ഇവിടെ യേശു കൃത്യസമയത്ത് അവിടെ എത്തിയില്ലല്ലോ എന്ന്. Yes, the message came, but he said, okay, we'll go to another city. അങ്ങനെയുള്ള ഒരു സന്ദേശം തനിക്ക് ലഭിച്ചുവെങ്കിലും മറ്റൊരു പട്ടണത്തിലേക്ക് പോകാമെന്ന് താൻ പറഞ്ഞു. He took disciples and instead of going to Lazarus' house and praying for him and healing him, Jesus took another turn. ലാസറിന്റെ ഭവനത്തിൽ ചെന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനെ ജീവിപ്പിക്കുന്നതിന് ശിഷ്യന്മാരുമായി പോകുന്നതിന് പകരം താൻ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. If he happens to be a pastor, you would have written a letter to the chief pastor to get him transferred right then. താനൊരു പാസ്റ്റർ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ചീഫ് പാസ്റ്ററിന് ഒരു കത്തയച്ച് അവിടെ നിന്ന് തന്നെ ആ സ്ഥലത്ത് നിന്ന് തന്നെ മാറ്റണമെന്ന് ഒരുപക്ഷെ പാസ്റ്ററിനെ അറിയിച്ചിരുന്നേക്കാം. When I was in a different country, one brother came and said, brother, pastor, my child is sick. ഞാനൊരു മറ്റൊരു രാജ്യത്തായിരിക്കുമ്പോൾ ഒരു ബ്രദർ വന്ന് പറഞ്ഞു എന്റെ കുട്ടിക്ക് സുഖമില്ലാതിരിക്കുന്നു. So I asked him, I don't know your house, I'm quite new to this place, would you please kind enough to take me to your house, I'll pray for your child. ഞാൻ പറഞ്ഞു ഈ സ്ഥലത്ത് ഞാൻ ഇപ്പോൾ പുതുതായി വന്ന വ്യക്തിയല്ലേ, എനിക്ക് സ്ഥലം ശരിക്കും അറിയില്ലാകിൽ എന്നെ എവിടേക്ക് കൊണ്ടുപോയാൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന്. And he said, no pastor, she is a handicapped child, then frequently she used to get this kind of problem. Every time you can't keep running to my house, just be in the faith and pray for her, that's enough for me. അപ്പോൾ താൻ എന്നോട് പറഞ്ഞു അംഗവൈകല്യമുള്ള ഒരു കുട്ടിയാണ്, മിക്കപ്പോഴും ഇങ്ങനെയുള്ള അസ്വസ്ഥ കുട്ടിക്ക് ഉണ്ടാകാറുണ്ട്, അതുകൊണ്ട് എപ്പോഴും വീട്ടിലേക്ക് ഓടി വരേണ്ട ആവശ്യമില്ല, ഫെയ്ത്തുമിൽ ഇരുതിൽ തന്നെ പ്രാർത്ഥിച്ചാൽ മതി. Just for prayer only I just told you. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. I believed him 100% as a good child of God. 100% തന്നെ ഒരു യഥാർത്ഥ ദൈവവിശ്വാസിയായി ഞാൻ കണ്ടു. When he was going home, താൻ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ he came across another believer. മറ്റൊരു വിശ്വാസിയെ താൻ കണ്ടു. He provoked him. താൻ തന്നെ തന്നോട് എതിർത്തു, provoked him. തന്നെ നിർബന്ധിച്ചു. Right. Yes. And he told him, did you inform pastor why he didn't come?
പാസ്റ്റർ ഇപ്രകാരം തന്നെ പറയുവാൻ പ്രേരിപ്പിച്ച് എന്തുകൊണ്ടാണ് പാസ്റ്റർ ഇവിടേക്ക് കടന്നു വരാഞ്ഞത്? He should have told him that I told him not to come. വരേണ്ട, പാസ്റ്റർ ഇവിടേക്ക് വരേണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്ന് തനിക്ക് പറയാമായിരുന്നു. But he didn't say. എന്നാൽ താനത് പറഞ്ഞില്ല. He simply said, this pastor is like that, he has no care for people. ഈ പാസ്റ്റർ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, ജനത്തിന് വേണ്ടി കരുതുന്ന വ്യക്തിയല്ല എന്ന് പറഞ്ഞു. And both of them rang up to chief pastor in Chennai. രണ്ടുപേരും ചെന്നൈയിലുള്ള ചീഫ് പാസ്റ്ററിന്റെ അടുക്കിലേക്ക് ചെന്നു. No, they telephoned from Kuwait. കുവൈറ്റിൽ നിന്നും ഫോൺ ചെയ്തു. The pastor you have sent here, he has no care for the children. നിങ്ങൾ ഇവിടേക്ക് അയച്ചിരിക്കുന്ന ഈ പാസ്റ്റർ ദൈവമക്കൾക്ക് വേണ്ടി കരുതുന്ന ഒരു വ്യക്തിയല്ല. Pastor to you picked up the phone and said, Joy, please, for heaven's sake, for my sake, please go. I said, Pastor, no, forget about what he said. You go. അപ്പോൾ പാസ്റ്റർ ടിയുവിനോട് ഇപ്രകാരം പറഞ്ഞു, അയ്യോ എന്നെ ഓർത്ത് സ്വർഗത്തെ ഓർത്ത് നിങ്ങൾ ദയവായി പോകണം. അങ്ങനെ ഇപ്രകാരമല്ല, ആ സഹോദരനോട് ഇതിന്റെ at least 10 times he said, Joy, be merciful, please be God. For my sake you go. I said, when did I say that he won't go? I told chief pastor, I never said I won't go. ഞാൻ പോവുകയില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല എന്ന് ഞാൻ ചീഫ് പാസ്റ്ററിനോട് പറഞ്ഞു. He told me I don't have to go, so I stayed back. ഞാൻ അവിടെ ചെല്ലേണ്ട ആവശ്യമില്ല എന്ന് താൻ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പോയില്ല. So this is how sometimes we behave ourselves. ഇങ്ങനെയാവുന്ന പലപ്പോഴും നാമും പ്രവർത്തിക്കുന്നത്. And I was summoned to the court. ഞാൻ അവസാനം കോടതിയിൽ ചെല്ലേണ്ടി വന്നു. Not the worldly court. ഭൗമികമായിട്ടുള്ള രീതിയിലല്ല, ലോകപ്രകാരമുള്ള രീതിയിലല്ല. Right, so I had to answer. എനിക്ക് അതിനുള്ള മറുപടി പറയേണ്ടി വന്നു. But Jesus went. He went for 4 days out of station. എന്നാൽ യേശുവിന് 4 ദിവസത്തേക്ക് അവൻ പുറത്താക്കപ്പെട്ടു. Out of station he went. അവൻ പുറത്തു പോകേണ്ടി വന്നു. Yes. On the 4th day he came back as a good pastor. എന്നാൽ 4ാം ദിവസം താൻ നല്ല ഒരു പാസ്റ്ററായി മടങ്ങി വന്നു. Yes. So Martha was critical. മാർത്ത വളരെ ദാരുണമായ വളരെ മാരകമായ ഒരവസ്ഥയിലായിരുന്നു. Pastor Philip Chandra used to say, sometimes believers throw not black stones but white stones. ചിലപ്പോൾ പാസ്റ്റർ ഫിലിപ്പ് ചാണ്ടപ്പിള്ള ഇപ്രകാരം പറയാറുണ്ട്, ചില കാര്യങ്ങളിൽ വിശ്വാസികൾ കറുത്ത കല്ലെറിയാറില്ല, വെളുത്ത കല്ലെറിയും. They won't say something. They won't hit a pastor directly but indirectly. നേരിട്ടല്ല അവർ. Sorry to say that. Take it easy. മറ്റു രീതികളിൽ വിശ്വാസികൾ നമ്മെ വിമർശിക്കാറുണ്ട് എന്ന് പാസ്റ്റർ ഫിലിപ്പ് ചാണ്ടപ്പിള്ള പറയാറുണ്ടായിരുന്നു. The lion, it will never have a head-on attack with an elephant. സിംഹം ഒരിക്കലും നേരിട്ട് ഒരു ആനയുടെ അടുക്കിലേക്ക് ചെല്ലാറില്ല. Always come from behind. പുറകിൽ നിന്ന് വരും. Right. Sometimes we also used to throw white stones. അതുപോലെ തന്നെ നാമവും ഇങ്ങനെയുള്ളതായ വെള്ളക്കല്ലുകൾ എടുത്ത് എറിയാറുണ്ട്. Yes, so that means perhaps in our sincerity or in our ignorance. ഒരുപക്ഷേ നമ്മുടെ അജ്ഞത നിമിത്തമാകാം, നമ്മുടെ പരമാർത്ഥത നിമിത്തവുമാകാം. Sometimes we misbehave, not knowing exactly what we do and what will be the eventuality or the consequence of it. ഒരുപക്ഷേ നാം ചെയ്യുന്ന കാര്യം എന്താണെന്ന് ശരിയായ രീതിയിൽ നാം ഗ്രഹിക്കാതെയും അതിന്റെ പരിണത ഫലങ്ങളെ കുറിച്ച് അറിയാത്തവരും ആകയാൽ എപ്രകാരം ചെയ്തെന്ന് വന്നേക്കാം. Yes, my point is to say is Jesus maintained timing. എന്നാൽ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്തെന്നാൽ യേശു സമയം പാലിക്കുന്നതിൽ കൃത്യതയുള്ളവനായിരുന്നു. It is true that he came 4 days late. By then Lazarus was dead and buried. 4 ദിവസം യേശു വരുവാൻ താമസം വരുത്തി. ആ സമയത്ത് ലാസർ മരിച്ചടക്കപ്പെട്ടു. Yes, and Jesus came. എങ്കിലും യേശു വന്നു. So Martha had all justification to attack him, saying, had you been here 4 days ago, come and prayed for my brother, he would have never been dead. നീ ഇവിടെ വന്ന് എന്റെ സഹോദരന് വേണ്ടിയിരുന്ന് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് ആ സന്ദർഭത്തെ ന്യായീകരിച്ചുകൊണ്ട്. So she was 10% right in our side. 100% നമ്മുടെ രീതിയിൽ ചിന്തിച്ചാൽ അത് ശരി തന്നെയാണ്. Yes, but Jesus said, even if you believe, you see the glory of God. എന്നാൽ യേശു പറഞ്ഞു, നീ വിശ്വസിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ മഹത്വം. Even now if you believe, ഇപ്പോഴും നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. That he meant to say, this is my right time to work. ഇതാണ് ഞാൻ പ്രവർത്തിക്കുവാനുള്ള എന്റേതായ ഏറ്റവും സമയം. So don't be critical. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും when God delays in answering to a prayer to do something best for you. ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യേണ്ടതിനായി ദൈവം താമസം വരുത്തുന്നെങ്കിലും അത് നന്മയായി തീരും. Yes, his delay will never be a denial. It's a common say. ദൈവം താമസം വരുത്തുന്നുവെങ്കിലും ഒരിക്കലും അത് ദൈവം ത്യജിച്ചു അഥവാ തള്ളിക്കളഞ്ഞു എന്ന അർത്ഥമല്ല. Mary came and told Jesus, മറിയ വന്ന് യേശുവിനോട് പറഞ്ഞു, these people are running short of wine. ഈ ജനത്തിന് ഈ സ്ഥലത്ത് വീഞ്ഞ് കുറഞ്ഞിരിക്കുന്നു. Jesus told her very, very emphatically that my hour has not yet come. That means I know my time
when to work and how. എന്നാൽ എന്റെ സമയം, എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. അതായത് ഏത് സമയത്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അറിവും ബോധ്യവും So എനിക്കുണ്ട്. praying is our duty. പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. Asking the Lord for our spiritual, material and physical needs is basically our duty to do, we must do. നാം നമ്മുടെ ആത്മീകവും ഭൗമികവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കേണ്ടത് നമ്മുടെ ചുമതല. അത് ചെയ്യേണ്ട സമയത്ത് നാം ചെയ്യുക തന്നെ വേണം. But we must also learn to wait for God's time to work. എന്നാൽ അതേസമയം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കുക കൂടി ചെയ്യണം. In that case we can be free from disappointments. അങ്ങനെയെങ്കിൽ നാം നിരാശയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. Even from despair of anything, any good thing. ഏതൊരു നല്ല കാര്യത്തിൽ നിന്നും അതിൽ നമുക്ക് മുടക്കം വരാതെയും So ഇരിക്കും. time must be given more importance from today in our life to do all spiritual works and ministries. അതുകൊണ്ട് ഇന്നു മുതൽ എല്ലാ ആത്മീയമായ ശുശ്രൂഷകളും ചെയ്യേണ്ടതിനായി സമയത്തിൽ നാം കൃത്യനിഷ്ഠ പാലിക്കുന്നവരായിരിക്കണം. And the last thing is judgment. God has a set time to do things. ഒടുവിലായി ന്യായവിധി. ദൈവം കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുവാൻ ശ്രമിക്കുന്നു. Yes, at the same time he also is giving us a warning about the eventuality of our failure. അതേ സമയത്ത് തന്നെ നാം In case we fail to do it, ഒരുപക്ഷെ നാം അത് what will be ചെയ്യുവാൻ the consequence? What will be the end of it? അതിന്റെ പരിണിത ഫലം എന്ത് എന്നതിനെ കുറിച്ചും പറയുന്നു. Yes, that is called judgment. അതാണ് ന്യായവിധി. For example, God has told me, Joy, you go and preach today in Kottarakkara. ഇന്ന് കൊട്ടാരക്കരയിൽ ചെല്ലണമെന്ന് ഒരുപക്ഷെ ദൈവം എന്നോട് പറയുന്നു. And today you have to preach, for example. ഇന്ന് പ്രസംഗിക്കണമെന്ന് പറയുന്നു. And if I will tell God, no, today I feel headache, I can't do it, I'll do it tomorrow. ഇല്ല, ഇന്ന് എനിക്ക് തലവേദനയാണ്, ഇന്ന് ഞാനത് ചെയ്യുകയില്ല, നാളെ അത് ഞാൻ ചെയ്യുമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞാൽ So I failed in doing God's mission. ദൈവത്തിന്റെ ആ പ്രവൃത്തി നിർവഹിക്കുന്നതിൽ ഞാൻ ഒരുപക്ഷെ മടി കാണിച്ചാൽ And tomorrow may not be God's time. നാളെ ഒരുപക്ഷെ ദൈവത്തിന്റെ സമയമായിരിക്കാം. I may be asking for a message for a long wait, with fasting also God may not give you a message. ഒരുപക്ഷെ ഉപവാസത്തോടുകൂടി ദീർഘസമയം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഒരുപക്ഷെ എനിക്ക് ആ പ്രസംഗത്തിനുള്ളതായ വാക്കുകൾ ലഭിക്കാതെ വന്നേക്കാം. Trusting in your own energy, if I come also I'll simply bluff something and the message may not be there. സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് ഒരുപക്ഷെ ഞാൻ ചെയ്താലും ആ പ്രസംഗം ഒരിക്കലും ഫലവത്തായി തീർന്നെന്ന് വരികയില്ല. I'll be simply bluffing something which may not be concerned with your life. വെറുതെ ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നുണ്ടാകാമെങ്കിലും അവ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവയായി തീരുകയില്ല. Yes, so we must always be very, very prompt അതുകൊണ്ട് നാം and വളരെ punctual in doing God's works, knowing the exact time. ദൈവത്തിന്റെ പ്രവൃത്തികളെ അവന്റേതായ സമയങ്ങളെ അറിഞ്ഞ് നാം ചെയ്യുന്നതിൽ വളരെയധികം കൃത്യതയുള്ളവരായും ശ്രദ്ധ ചെലുത്തുന്നവരുമായി കാണപ്പെടേണം. Yes, and it may seem to be an evil for the time being or hard enough for time being. ഒരുപക്ഷെ തൽക്കാലം അത് നമുക്കൊരു ദോഷമായോ വളരെ പ്രയാസമുള്ളതായോ തോന്നിയെന്ന് വന്നേക്കാം. But in the long run, that will bring you great dividends. എന്നാൽ ഒടുവിൽ അത് വളരെയധികം ഫലപ്രദമായി തീരും. So do the right thing at the right time. അതുകൊണ്ട് ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് നാം ചെയ്യണം. In the right way. That must be your basic lesson today. ശരിയായ വഴിയിൽ നാം ചെയ്യണം. ഇതായിരിക്കണം ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടത് അടിസ്ഥാന പാഠം. Secondly, a warning. രണ്ടാമത് ഒരു മുന്നറിയിപ്പ്. Yes, what is the warning? എന്താണത്? If you fail to do it, നിങ്ങളിത് ചെയ്യുന്നില്ല എങ്കിൽ you will face the consequence. നിങ്ങൾ അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. When God created, he created everything on a particular principle. ദൈവം സൃഷ്ടിച്ചപ്പോൾ സകലവും തന്റേതായ ഒരു തത്വത്തിന്മേലാകുന്നു സൃഷ്ടിച്ചത്. God never breaks even the natural principle. സ്വതവേ അഥവാ പ്രകൃതി പ്രകാരമുള്ള തത്വങ്ങൾക്ക് പോലും ഒരിക്കലും ദൈവം മാറ്റം വരുത്തുന്നില്ല. Because it's God who brought the natural principles. For example, the earth has gravity. എന്തുകൊണ്ടെന്നാൽ ഭൂമിക്ക് അതിന്റേതായ ഗുരുത്വാകർഷണ ശക്തിയുണ്ട്. Right. So you are not supposed to climb onto the second floor in a building and jump down. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാം നിലയിലേക്ക് കയറി ചെല്ലുകയും അവിടുന്ന് താഴേക്ക് ചാടുകയും ചെയ്യുമെന്ന് സാധ്യമല്ല. The devil wants to provoke Jesus to transgress the natural law. എന്നാൽ ഈ പ്രകൃതിയുടെ നിയമത്തിൽ ലംഘിക്കേണ്ടതിനായി പിശാച് യേശുവിനെ പ്രേരിപ്പിച്ചു. He took him to the pinnacle of the temple. അവനെ ദേവാലയത്തിന്റെ അഗ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. And he told him, jump down, God will send angels and they'll bear you up. നീ താഴേക്ക് ചാടുക, നിന്നെ താങ്ങേണ്ടതിനെ തന്റെ ദൂതന്മാരെ ദൈവം അയക്കുമെന്ന് പിശാച് യേശുവിനോട് പറഞ്ഞു. That was not the way the Father had planned for him to prove himself to be the Son of God. എന്നാൽ യേശു ദൈവപുത്രനെ തെളിയിക്കേണ്ടതിന് പിതാവ് തന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നതായ പദ്ധതി അതല്ലായിരുന്നു. Jesus had knowledge about it. അതിനെക്കുറിച്ചുള്ള അറിവ് തനിക്കുണ്ടായിരുന്നു. So he said, it is my Father who made gravity to the earth, and if I jump down from there, I'll get my limbs broken.
അതുകൊണ്ട് പിതാവിന്റെ കൽപ്പന ലഭിക്കാതെ ഒരുപക്ഷെ അപ്രകാരം താഴേക്ക് ചാടുന്നുവെങ്കിൽ അങ്ങനെ ചാടുകയും തലയ്ക്ക് മുറിവേൽക്കുകയും ചെയ്യും. Yes, that is natural law. We cannot transgress it. അത് പ്രകൃതി നിയമമാകുന്നു, അതൊരിക്കലും ലംഘിക്കാൻ പാടില്ല. Even so, God has a principle or a law for everything in our life. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സകല കാര്യത്തിലും ദൈവത്തിന് അതിന്റേതായ തത്വങ്ങളും ഉണ്ട്. Transgression of law is sin. നിയമം ലംഘിക്കുന്നത് പാപം. So when you transgress any law of God, it becomes sin for you. ഏത് നിയമവും നിങ്ങൾ ലംഘിച്ച് അത് പാപഹേതുമായി തീർന്നാൽ, and that sin becomes an obstacle for your smooth running in this race. ആ പാപം നിങ്ങളുടെ ഓട്ടം, നിങ്ങൾ മൃദുവായി ഓടുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നുവെങ്കിൽ, every sin keeps you away from God inch by inch. ഓരോ പാപവും ഇഞ്ചിഞ്ചായി നിങ്ങളെ ദൈവത്തിൽ നിന്ന് വിദൂരത്തേക്ക് നയിക്കുകയത്രേ ചെയ്യുന്നത്. Yes, then you simply cannot cry being far away from God like the publican. എന്നാൽ നിങ്ങൾക്ക് പിന്നീട് ആ ചുങ്കക്കാരനെ പോലെ വിദൂരത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് കരഞ്ഞിട്ട് കാര്യമില്ല. We have to repent and rectify our lives for the wastage of time. നാം ദൈവത്തിന്റെ സമയം നഷ്ടപ്പെടുത്തിയതോട് അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം. So transgression of law is sin. നിയമം ലംഘിക്കുന്നത് പാപമാണ്. In other words, we will have to face a judgment. In other words, to make it very clear, the consequence or the eventuality, the end of it. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അതിന്റേതായ ഒരു ന്യായവിധി നാം അഭിമുഖീകരിക്കേണ്ടി വരും, അഥവാ അതിന്റെ പരിണത ഫലങ്ങൾ കൂടി നാം അനുഭവിക്കേണ്ടി വരും. So in short, the word judgment means eventuality of your being failed in a particular attempt. ചുരുക്കത്തിൽ പറഞ്ഞാൽ ന്യായവിധി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം കൃത്യസമയത്ത് ചെയ്യാതെ വരുന്നത് നിമിത്തം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നായ അതിന്റെ അനന്തര ഫലങ്ങൾ അത്രേ. You must read a verse from Bible that God never judges anybody. Am I right? ദൈവം ആരെയും ന്യായം വിധിക്കുന്നില്ല എന്ന് തിരുവചനത്തിൽ പറയുന്നില്ലയോ? But each person is bringing judgment to his own life. എന്നാൽ ഓരോ വ്യക്തിയും തന്റേതായ ജീവിതത്തിൽ സ്വതേ ന്യായവിധി വരുത്തുന്നു. By his misbehavior or by his misunderstanding or by his missing of time. തന്റെ ദുർസ്വഭാവ നിമിത്തമോ തെറ്റിദ്ധാരണ നിമിത്തമോ സമയം കൃത്യമായി പാലിക്കാത്തതും കൊണ്ടുമത്രേ. In the working place, if I do something against the will of the boss, ഞാൻ എന്റെ ജോലി സ്ഥാനത്ത് എന്റെ ബോസിന്റെ ഇഷ്ടത്തിന് വിരോധമായി ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് പോലെ, he will immediately terminate me from the job. ഉടനെ തന്നെ എന്റെ ആ ജോലിയിൽ നിന്നും പിരിച്ചുവിടും. He is not to be blamed. അതിൽ തന്നെ കുറ്റപ്പെടുത്തേണ്ടതില്ല. I face the consequence of my mistakes. ഞാൻ ചെയ്തതായ തെറ്റിന്റെ അനന്തരഫലം ഞാൻ അനുഭവിക്കുന്നു, അത്രമാത്രം. If I go to hell, I am responsible, not God. അതുകൊണ്ട് ഞാൻ നരകത്തിലേക്ക് പോകുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി ദൈവമല്ല, ഞാൻ തന്നെ. God never created hell for you or me. ദൈവം നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരിക്കലും നരകം ഒരുക്കിയില്ല. But by our own failures, we face the consequence of it. God is not responsible for it. എങ്കിലും നമ്മുടെ തോൽവികൾ നിമിത്തം നാം തന്നെ അവയെ സൃഷ്ടിച്ചെടുക്കുന്നു, ദൈവം അതിന് ഉത്തരവാദിയല്ല. So let's live very, very carefully. ആകയാൽ വളരെ ജാഗരൂകരായി നമുക്ക് ജീവിക്കാം. And how is God's judgment going to happen in this world? എങ്ങനെയാണ് ദൈവത്തിന്റെ ന്യായവിധി ഈ ഭൂമിയിലേക്ക് വരുന്നത്? Time has already run out. ഇപ്പോൾ തന്നെ സമയം കഴിഞ്ഞിരിക്കുന്നു. Yes, I want to give you some truth about the judgment also. ന്യായവിധിയെക്കുറിച്ചും ചില സത്യങ്ങൾ എനിക്ക് പറയുവാനാണ്. Kindly give me 5 minutes because after 40 years, the first time I come to Kottarakkara, next time I won't be able to come. അല്പദോഷത്തിന് ശേഷം ഞാൻ ആദ്യമായാണ് കൊട്ടാരക്കരയിൽ വരുന്നത്. ഇനി എനിക്ക് വരുവാനുള്ള അവസരം ലഭിക്കുമെന്ന് അറിയുന്നില്ല. ആകെ 50 മിനിറ്റും കൂടി ഞാൻ എടുത്തുകൊള്ളട്ടെ. So let me be satisfied that I have given some truth to the people. May God bless them and help them out, escape the coming judgment and take them to heaven. വരുവാനുള്ള ന്യായത്തിൽ നിന്ന് ദൈവം വിടിവിച്ച് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് അല്പം കാര്യങ്ങൾ അവരെ അറിയിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നോ എന്ന് ഞാൻ ചിന്തിക്കട്ടെ. First of all, God's judgment is going to be based on you are missing the mark. ഒന്നാമതായി നിങ്ങൾ ലാക്കിൽ നിന്നും പിന്തിരിയുന്നുവെങ്കിൽ നിങ്ങളുടെ വിരുദ്ധ ദൈവത്തിന്റെ ന്യായവിധി നിങ്ങളുടെ മേൽ വരും. Be rest assured about this truth that God is not at all responsible for it. ദൈവം ഒരിക്കലും അതിന് ഉത്തരവാദിയല്ല എന്നുള്ളതായ സത്യം നിങ്ങൾ ഗ്രഹിക്കണം. One example, 2 Thessalonians 1:7 and 8. 2 തെസ്സലോനിക്കർ 1:7-8 വാക്യങ്ങളിൽ ഒരു ഉദാഹരണം കാണാം. What do we read there? അവിടെ നാം എന്ത് വായിക്കുന്നു? God is going to judge all those who are disobedient to the gospel. സുവിശേഷത്തിന് വിരോധമായി അനുസരിക്കാത്തവരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരുന്നു. So whatever counsel God gives you, ഏതെല്ലാം ആലോചനകൾ ദൈവം നിങ്ങൾക്ക് തരുന്നുവോ, He wants you to keep God's commandment. The first point of the keywords. ദൈവകൽപ്പനകൾ പാലിക്കണം. അതാകുന്നു നാം പ്രാരംഭത്തിൽ വായിച്ചതായ വാക്യത്തിൽ നാം കാണുന്നത്. God keeps giving you counsels and admonitions and exhortations and commandments and laws and precepts and statutes and ordinances and judgments. ദൈവം നമുക്ക് അതിനായി തന്റെ കൽപ്പനകളും തന്റെ ചട്ടങ്ങളും തന്റെ നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെയും നമുക്ക് നൽകുന്നു. That is the way to Zion. അതാണ് സിയോനിലേക്കുള്ള മാർഗ്ഗം. To have the highest standard of life in eternity. ജീവിതത്തിന്റെ നിത്യതയുള്ള ഏറ്റവും ഉന്നത നിലവാരം. Yes, precept upon precept, law upon law. Here a little, there a little. ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം. That is the way which leads you to Zion. ഇതാവുന്ന സിയോനിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന മാർഗ്ഗം. And we must give more importance to keep the law
as and when it comes to us from God's grace. നിയമം ദൈവകൃപയാൽ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ അത് എപ്രകാരമായിരിക്കുന്നു അവിടെ തന്നെ അത് കാത്തു സൂക്ഷിക്കുവാൻ നാം ശ്രദ്ധ If we ചെലുത്തേണം. become disobedient to any counsel God gives us, we will have to face the consequence of it, and that's going to be my judgment and your judgment. ദൈവം നമുക്ക് നൽകുന്നതായ ഏതെങ്കിലും നിയമങ്ങൾ നാം ലംഘിക്കാതെ പോയാൽ അതിന്റെ പരിണത ഫലങ്ങൾ നാം അനുഭവിക്കുകയും തൽഫലമായി ദൈവത്തിന്റെ ന്യായവിധിക്ക് നാം ഓഹരിക്കാരായി തീരുകയും ചെയ്യും. Secondly, Acts 17:31. രണ്ടാമതായി അപ്പോസ്തലപ്രവൃത്തി 17-31 The വാക്യത്തിൽ world which hated Jesus and rejected Jesus, യേശുവിനെ വെറുക്കുകയും യേശുവിനെ തിരസ്കരിക്കുകയും ചെയ്ത ലോകം, even this world has been cut for God's judgment. ഈ ലോകം തന്നെ ദൈവത്തിന്റെ ന്യായവിധിക്കായി ഒരുക്കി. God so loved the world, He gave His only begotten Son. ദൈവം തന്റെ തന്റെ ഏകജാതനെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. But the world rejected Him, എന്നാൽ ലോകം അവനെ തള്ളിക്കളഞ്ഞു. and therefore they are reserved for God's judgment. അതുകൊണ്ട് അവരെ ദൈവത്തിന്റെ ന്യായവിധിക്കായി വെച്ചിരിക്കുന്നു. And children of God are being warned that you also should not be judged together with the world. നിങ്ങളും ലോകത്തോടുകൂടെ ന്യായവിധിയിൽ അകപ്പെടരുത് എന്ന് ദൈവജനത്തെയും Therefore God has given you the truth. ആകയാൽ ദൈവം ഒരു സത്യം He has given നൽകിയിരിക്കുന്നു. you the counsel. അവൻ നിങ്ങൾക്ക് ആലോചന He has തന്നിരിക്കുന്നു. given you the prophets, the servants of God. അവൻ നിങ്ങൾക്ക് പ്രവാചകന്മാരെയും കർത്തൃശുശ്രൂഷകരെയും നൽകിയിരിക്കുന്നു. Only when you obey the prophets, your life can prosper. പ്രവാചകന്മാരെ അനുസരിക്കുന്നെങ്കിൽ മാത്രമേ ജീവിതത്തിൽ സമൃദ്ധി Second ഉണ്ടാവുകയുള്ളൂ. Chronicles 20:20 says, if you honor and obey the prophets, your life can prosper. 2 ദിനവൃത്താന്തം 20 വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നിങ്ങളുടെ പ്രവാചകന്മാരിലും വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. Therefore God sends His servants from time to time to make you understand that time is very important. സമയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കേണ്ടതിനായ അതാത് സമയത്ത് ദൈവം തന്റെ ദാസന്മാരെ നിങ്ങൾക്ക് നൽകുന്നു. And keeping the commandment also is equally important. ദൈവകൽപ്പന പാലിക്കുന്നതും തത്തുല്യം പ്രാധാന്യം അർഹിക്കുന്നു. Never postpone it for tomorrow. ഒരിക്കലും നാളത്തേക്ക് അത് നിങ്ങൾ മാറ്റിവെക്കരുത്. Tomorrow is nobody's. നാളെ ആർക്കുമുള്ളതല്ല. Next moment is not mine. I just can't predict that this evening I can do something. അടുത്ത നിമിഷം എനിക്കുള്ളതല്ല, അഥവാ ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യാമെന്ന് എനിക്ക് മുൻകൂട്ടി പറയുന്നതും അസാധ്യം തന്നെ. Yes, so whatever time God has set for you, and whatever things that He wants you to do for Him, know it of a surety and do it promptly. അതുകൊണ്ട് ഏതെല്ലാം സമയം ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നു, ആ സമയത്ത് എന്തെല്ലാം പ്രവൃത്തികൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അത് ശരിയായി വേണം ഗ്രഹിച്ച് സമയത്ത് തന്നെ അവയൊക്കെയും ചെയ്ത് So the പൂർത്തീകരിക്കണം. world is reserved for judgment, ലോകം ന്യായവിധിക്കായി ഒരുക്കി and വെച്ചിരിക്കുന്നു. the disobedient people are also reserved for judgment. Disobedient to the gospel. സുവിശേഷത്തെ അനുസരിക്കാത്തവരെ ന്യായവിധിക്കായി And വെച്ചിരിക്കുന്നു. from the church also, സഭയിൽ നിന്നും those who fail to live as per the law or the teachings that God has given them, ദൈവം സഭയ്ക്ക് നൽകിയിട്ടുള്ളതായ ഉപദേശങ്ങളെ അനുസരിക്കാത്തവർക്ക് they also can be judged together with the world. അവരും ലോകത്തോടൊപ്പം ഒരുപക്ഷെ ന്യായവിധിയിൽ അകപ്പെട്ടേക്കാം. Therefore Saint Paul gives emphasis for self-examination. ആകയാൽ സ്വയം ആത്മപരിശോധനയ്ക്കായി വിശുദ്ധ പൗലോസ് നമ്മെ ഒരു If any man examine himself ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്നെ താൻ വിധിക്കുന്നുവെങ്കിൽ, and rectify his life with the new resolutions, തന്നെ പുതിയ തീരുമാനത്തോടെ തന്റെ ജീവിതത്തെ പുതുക്കുന്നുവെങ്കിൽ, he can escape being judged together with the world. ലോകത്തോടൊപ്പം ന്യായവിധിയിൽ നിന്ന് വിധിക്കപ്പെടുന്നതിൽ നിന്നും അവന് വിടുതൽ പ്രാപിപ്പാൻ So the കഴിയും. warning of God that comes to you this morning is out of His love, that you should never be judged together with the world, but you must avert or escape the judgment. ഈ പ്രഭാതത്തിൽ സ്നേഹത്തോടുകൂടി ദൈവം നിങ്ങൾക്ക് നൽകുന്ന ആലോചന എന്തെന്നാൽ, ലോകത്തോടുകൂടി നിങ്ങൾ ന്യായവിധിക്കപ്പെടാതിരിക്കേണ്ടതിന് സമയം തക്കത്തിൽ വിനിയോഗിക്കണം. അவ்விதം ആ ന്യായവിധിയിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കണം. We know that very soon Jesus will come, നമുക്കറിയാം യേശു അതിവേഗം വരും. and the perfected saints of God will be found in the rapture. തികഞ്ഞവരായി തീർന്ന വിശുദ്ധന്മാർ ഉൽപ്രാപണത്തിൽ എടുക്കപ്പെടും. And there will be a group of people who will be left behind. എന്നാൽ കൈവിടപ്പെടുന്ന ഒരു കൂട്ടരുണ്ടാകും. And in that group, you or I should never be seen. That's what we wish and pray. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടാതിരിക്കേണ്ടതിനായി, വഞ്ചിക്കപ്പെടാതിരിക്കേണ്ടതിനായി നാം പ്രാർത്ഥിക്കണം. In spite of our best desire, if you are carelessly living, we will have to be left behind. നമ്മുടെ നല്ല ആഗ്രഹത്തിന് തികച്ച വിരുദ്ധമായ ഒരു ജീവിതം ഒരുപക്ഷെ നാം നയിക്കുന്നുവെങ്കിൽ നാം കൈവിടപ്പെട്ട കൂട്ടത്തിലായെന്നും വന്നേക്കാം. If you are left behind, we will have to face the consequence, and God will never be responsible for it. നാം കൈവിടപ്പെടുന്നുവെങ്കിൽ അതിന്റെ പരിണത ഫലങ്ങൾ നാം അനുഭവിക്കേണ്ടി വരും. ദൈവം ഒരിക്കലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയുമില്ല. And soon after the rapture, എന്നാൽ ഉൽപ്രാവണ
ആക്രമണത്തിന് ശേഷം the whole world will be brought under the control of the Antichrist. ലോകം മുഴുവനും അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിലാകും. Yes, I have taught in many places. Just give you the hint. വിവിധ സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് ഞാൻ You can go and പഠിപ്പിച്ചിട്ടുണ്ട്. think about it and study about it from the worldly events. നിങ്ങൾക്ക് വീട്ടിൽ ചെന്നും ലോകത്തിൽ കാണുന്ന ഈ വിവിധ സംഭവങ്ങളിൽ നിന്നും ഇതിനെക്കുറിച്ച് തുടർന്ന് പഠിക്കാം. Yes, and it's very, very important. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. Very soon this world is going to come under one ruler, one government. എത്രയും വേഗം ഈ ലോകം ഏകാധിപത്യത്തിന് കീഴിലായി തീരും. For now the world is full of chaos and distresses and problems and what else? ഇപ്പോൾ ഈ ലോകം പ്രശ്നപൂരിതവും പലവിധത്തിലായ കലക്കങ്ങളും എല്ലാം നിറഞ്ഞതുമായി കാണപ്പെടുന്നു. Corruptions and sicknesses, incurable, lot of problems. മല്ലതുകളും സൗഖ്യമാക്കുവാൻ കഴിയാത്ത രോഗങ്ങളും ഇങ്ങനെ വിവിധ പ്രശ്നങ്ങളാൽ ഈ ലോകം ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നു. So the world is at a point to bring one word government under one word leader. അതുകൊണ്ട് ഏക ആധിപത്യത്തിന് കീഴിൽ, ഏക സർക്കാരിൻ കീഴിൽ, ഏക വ്യക്തിയുടെ അധീനതയിൽ ഈ ലോകം നിയന്ത്രിക്കപ്പെടുവാൻ പോകുന്നു. One leader for stability. ഒരേ ഒരു Leader for stability. സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് ഏക വ്യക്തിയുടെ കീഴിൽ വരുന്നു. One government for security. എന്നാൽ ഒന്ന് സുരക്ഷിതത്വത്തിന് വേണ്ടി. Yes, and one religion. എന്നാൽ ഏക To മതം avoid commotions among the religious problems. മതപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കേണ്ടതിനായി ഏക മതവുമായി തീരും. All over the world we find it. Even in India we find that there are lot of problems between one religion and another religion. ഒരു മതവും മറ്റൊരു മതവും തമ്മിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ ഇന്ത്യയിലും മറ്റു പല രാജ്യങ്ങളിലും നമുക്ക് കാണാൻ Every കഴിയും. time the Indian citizens write in the newspapers about intolerance. എപ്പോഴും അസഹനീയമായ വിഷയങ്ങളെ കുറിച്ച് പത്രങ്ങളിൽ ദിനംപ്രതി നാം വായിക്കുന്നു. One religion loses its tolerance towards other religion. ഒരു മതത്തിന് മറ്റൊരു മതത്തെ അസഹനീയമായി തീരുന്നു. And similarly, the currency also. അതുപോലെ തന്നെ വാണിജ്യത്തിലും. Yes, in business, if a person does a business in Dubai, he will never have to pay tax. ഒരു വ്യക്തി ദുബൈയിൽ ഒരു ബിസിനസ് ചെയ്യുന്നുവെങ്കിൽ ഒരുപക്ഷെ തനിക്ക് അതിന്റെ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു. So people like to have a business, start a business in Dubai. എന്നാൽ അതുകൊണ്ട് ജനം ലോകത്തിൽ ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. Yes, but in India for everything there's a tax. There's a sales tax and there's income tax, there's this tax and that tax, even toll tax. എന്നാൽ ഇന്ത്യയിൽ അവിടെയുള്ളതുപോലെയല്ല, എല്ലാത്തിനും ഇവർ അതിനുള്ള ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു. So because of the differences in currencies and the values. എന്നാൽ ഇങ്ങനെയുള്ളതായ വാണിജ്യ മേഖലയിൽ കാണുന്നതായ പലവിധത്തിലുള്ള വ്യത്യാസങ്ങൾ നിമിത്തം World trade is in a fix. ലോകത്തിന്റെ വാണിജ്യ മേഖല വളരെയധികം പ്രതികൂലമായ ഒരു സന്ദർഭത്തിൽ A staff എത്തിച്ചേർന്നിരിക്കുന്നു. nurse, when she works in India, she gets hardly 10,000 rupees. Staff nurse working in India gets hardly 10,000 rupees. ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് നഴ്സിന് വെറും 10,000 രൂപയായിരിക്കും ലഭിക്കുന്നത്. She wants to go to the Gulf country because 1.5 lakh in Kuwait. 1.5 ലക്ഷം മറ്റും വിദേശത്ത് ജോലി ചെയ്താൽ കിട്ടും. അതുകൊണ്ട് അവിടെ പോകാൻ ഇഷ്ടപ്പെടുന്നു. How many hours she had to work there, she never bothers because of their money. എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു എന്നുള്ളത് അവർക്കൊരു വിഷയമല്ല. വല്ലവിധേനയും പണം സമ്പാദിക്കണം. Yes, so they had to go. അതുകൊണ്ട് അവർ പോകുവാൻ ഇഷ്ടപ്പെടുന്നു. So therefore, to avoid all these problems, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതിനായി the government wants to make the whole world under one government, one currency. മുഴുവൻ ലോകത്തെയും To ഏകാധിപത്യത്തിന് make trade കീഴിൽ very easy. To make trade very easy. Trade, business. ബിസിനസ് വളരെ എളുപ്പമുള്ളതാക്കി തീർക്കേണ്ടതിനായി ഈ വിധത്തിൽ ഏക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ To bring this ആഗ്രഹിക്കുന്നു. world to this level, ഈ മുഴുവൻ ലോകത്തെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടതിനായി they will have to abolish three things. അവർക്ക് 3 കാര്യങ്ങൾ അകറ്റേണ്ടി വരും. Yes, one is they must abolish all the elected governments. ഒന്ന്, ഇപ്പോഴുള്ളതായ സർക്കാരിനെ അവർ നീക്കം ചെയ്യേണ്ടി വരും. And they will have to grab the ownership of properties. സകല വസ്തുക്കളുടെയും അവർ സ്വന്തമാക്കേണ്ടി വരും. When the Antichrist comes, the ground of the Pentecostal Mission will be grabbed by him. It will be impounded by him. അന്ത്യക്രിസ്തു വരുമ്പോൾ നമ്മുടെ പെന്തക്കോസ്ത് മിഷന്റെ സകല പണപരമായ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെയും തന്റെ അധീനതയിലാക്കി തീർക്കും. Your house will be impounded by him, by the government. നിങ്ങളുടെ ഭവനവും സർക്കാരിന്റെ അധീനതയിലായിത്തീരും. Your bank balance will be impounded. It will be grabbed by the government. നിങ്ങളുടെ സകല കാര്യങ്ങളും സർക്കാരിന്റെ അധീനതയിലായിത്തീരും. And they will also dismantle every families. There will be no unity in the families. കുടുംബത്തിലുള്ളതായ ഐക്യതയെ നഷ്ടപ്പെടുത്തേണ്ടതിനായ പിശാച് പലവിധത്തിലും ശ്രമിക്കും. He will make every member a citizen of the world. ഓരോ വ്യക്തിയും ഈ ലോകത്തിന്റെ പൗരനാക്കി പിശാച് And മാറ്റും. therefore every person will be given the 666 mark to be implanted on his forearm or on his forehead. അതുകൊണ്ട് തന്റെ നെറ്റിമേലോ കൈമേലോ 666 എന്നുള്ളതായ മുദ്രയേൽക്കുവാൻ ഓരോ വ്യക്തിയെ നിർബന്ധിതരാകും. These things are already in process and very soon it will in full
profile, it will enter into India too. ഇങ്ങനെയുള്ളവ ഇപ്പോൾ തന്നെ നിലവിൽ വന്നു കഴിഞ്ഞു. അധികം താമസിയാതെ ഇന്ത്യയിലും ഇവ എത്തും. On those days, ആ ദിവസങ്ങളിൽ the people in the world will be judged in two ways. ലോകത്തിലുള്ള ജനം രണ്ടു വിധത്തിൽ വിധിക്കപ്പെടും. Some will stand for God, some will stand for the Antichrist. ചിലർ ദൈവത്തിന് വേണ്ടി നിൽക്കും, ചിലർ അന്ത്യക്രിസ്തുവിന് വേണ്ടി നിൽക്കും. Those who stand for the Antichrist, God will send his wrath upon them. They lose their peace. അന്ത്യക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവർ സമാധാനം നഷ്ടപ്പെടുത്തും, ദൈവക്രോധം അവരുടെ മേൽ വരും. And those who stand for God, the Antichrist will have a wrath over them and they'll kill. So in both the ways. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ മേൽ അന്ത്യക്രിസ്തു ആധിപത്യം ചെലുത്തുകയും ചെയ്യും. Yes, so Bible says 1/4 part of the whole world is going to be killed then. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് ലോകത്തിന്റെ 4 ഭാഗം ഈ വിധത്തിൽ അവരാൽ കൊല്ലപ്പെടുന്നു. Revelation 6:8 says 1/4 of the world population will be killed. വെളിപ്പാട് പുസ്തകം 6-10 നാം വായിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ലോകത്തിന്റെ 4/4 ഭാഗം ഈ വിധം നശിപ്പിക്കപ്പെടുന്നു. Revelation 9:15 and 16 we read the next 3.5 years of tribulation, 1/3 part of the whole world population will be killed. വെളിപ്പാട് പുസ്തകം 9-5 നാം വായിക്കുമ്പോൾ ജനസംഖ്യയിൽ 1/3 ഭാഗം ഈ വിധത്തിൽ നശിപ്പിക്കപ്പെടുന്നു കാണുന്നു. Yes, one aspect, one strategy of that government will also be population control. ജനസംഖ്യയെ കുറയ്ക്കുക എന്നതുമായിരിക്കും അന്നുള്ളതായ ആ സർക്കാരിന്റെ ഒരു ഉദ്ദേശവും. Even now we find through the media how the killing has already started in many places. ഇങ്ങനെ വിവിധ മാധ്യമങ്ങൾ കൂടി എപ്രകാരമാണ് നശീകരണ പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളതെന്നും നമുക്ക് കാണാൻ കഴിയും. Either from God or from the Antichrist, every person has got to be killed. ദൈവത്തിന്റെ ഭാഗത്തു നിന്നോ അന്ത്യക്രിസ്തുവിനാലോ ഇവർ ഏതെങ്കിലും വിധത്തിൽ പീഡിപ്പിക്കേണ്ടി വരുന്നു. If you stand for God, the Antichrist will kill you. If you stand for the Antichrist, God will kill you. ദൈവത്തിന് വേണ്ടി നിന്നാൽ അന്ത്യക്രിസ്തു നമ്മെ കൊല്ലും, അന്ത്യക്രിസ്തുവിന് വേണ്ടി നിന്നാൽ ദൈവം അവരെ കൊല്ലും. So in both the ways or either ways you have to face it. ഇരുവിധത്തിലും ഇത് എതിരിടേണ്ടി വരും. I don't have time to explain it further. I just give you a clue. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ളതായ സമയമില്ല. ആകെ ചെറിയ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാം. There are many pastors talented to preach about all these end time events. ഇതിനെക്കുറിച്ച് ഈ ലോകത്തിലെ സംഭവങ്ങളെക്കുറിച്ചും പ്രസംഗിക്കാൻ പ്രാപ്തരായ പല പാസ്റ്റർമാരും ഇന്ന് കേരളത്തിലുണ്ട്. Yes, and you must have heard it also. I just remind you. നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുമുണ്ടാകും. ഞാനിത് ഓർപ്പിക്കുക മാത്രം ചെയ്യുന്നു. Those days, peace in the heart of man will be taken away. ആ കാലത്ത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും സമാധാനം എടുക്കപ്പെടും. People will never have privacy in their lives. ജനത്തിന് ഒരിക്കലും സ്വകാര്യത ഉണ്ടാവുകയില്ല. Yes, everything will be open. സകലവും ബാഹ്യമായി കാണപ്പെടും. And therefore people always be fearful doing it. You can't even count your money at home. നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് പണം എണ്ണുവാൻ പോലും കഴിയില്ല. എല്ലാത്തിനും You can't have any privacy in your life. യാതൊരു സ്വകാര്യതയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സാധ്യമായി തീരുകയില്ല. Everything will be made public. എല്ലാം തുറസായി കാണപ്പെടും. Yes, you can't hide yourself anywhere. യാതൊന്നും നിങ്ങൾക്ക് മറയ്ക്കുവാൻ കഴിയുകയില്ല. Recently I read in one paper. സമീപകാലത്ത് ഒരു പത്രത്തിൽ വായിച്ചു. Yes, people will decide to die but they will never face death. ജനം മരിക്കുവാൻ ആഗ്രഹിക്കുമെങ്കിലും അതവർക്ക് സാധ്യമാവുകയില്ല. Bible says that. ബൈബിൾ പറയുന്നു. And the scientists say they are inventing a new cell in human and want to implant it in human bloodstream. ഒരു പുതിയ കോശം കണ്ടുപിടിക്കുകയും അത് മനുഷ്യ ശരീരത്തിൽ കടത്തിവിടുകയും ചെയ്യണമെന്ന് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട്. The living cells in the body, when they die, you will face death. ജീവകോശങ്ങൾ മരിക്കുമ്പോൾ മരണം നമുക്ക് സംഭവിക്കുന്നു. The man may not die, they are inventing a new cell to replace it. എന്നാൽ മനുഷ്യൻ മരിക്കാതിരിക്കേണ്ടതിന് ഇങ്ങനെയുള്ള പുതിയ കോശങ്ങൾ മനുഷ്യനിൽ കയറ്റിവിടുവാൻ അവർ ശ്രമിക്കുന്നു. And they will ശ്രമിക്കുന്നു. inject into your bloodstream. അത് നിങ്ങളുടെ രക്തകോശത്തിനുള്ളിൽ അവർ So ഇഞ്ചക്ട് when your ചെയ്യും. original cells die and you are at the verge of death, the artificial cells will keep you alive. യഥാർത്ഥ കോശങ്ങൾ മരിക്കുകയും നിങ്ങൾ അങ്ങനെ മരണത്തോടടുക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ളതായ പുതിയ കോശങ്ങളെ അവർ സൃഷ്ടിച്ച് നിങ്ങളുടെ ശരീരത്തിലാക്കുകയും അവയാൽ നിങ്ങൾ ജീവിപ്പിക്കപ്പെടുകയും ചെയ്യും. Bible says people may like to die but the death will be far away from them. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് മനുഷ്യർ മരണം അന്വേഷിക്കും എന്നാൽ കാണുകയില്ലാതാനും. The moon will have brightness 7-fold more than now. ഇപ്പോഴുള്ളതിനേക്കാൾ വളരെയധികം പ്രകാശം അന്നും ഉണ്ടായിരിക്കും. A very great judgment is going to come upon the whole world. വലിയ ന്യായവിധി സകല ജാതികളുടെ മേലും വരുവാൻ പോകുന്നു. Time is very, very precious in your life and my life. നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ സമയം വളരെ വിലപ്പെട്ടതാണ്. We must have wasted now many days and hours and weeks and months and years in our life doing not the right thing before God. ദൈവത്തിന് മുൻപാകെ ചെയ്യേണ്ടതായ യഥാർത്ഥ പ്രവൃത്തി ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പല ദിവസങ്ങളും പല നിമിഷങ്ങളും ആഴ്ചകളും വർഷങ്ങളും മാസങ്ങളും ഒക്കെയും നാം നഷ്ടപ്പെടുത്തുകയാണ്. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും മുട്ടിന്മേൽ നിൽക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം. One verse gives you some encouragement. ഒരു വാക്യം നിങ്ങളെ ഒരുപക്ഷെ പ്രോത്സാഹിപ്പിക്കുന്നതായി call upon the name of God will be saved. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. Those who call upon the name of God shall be saved.
saved. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. Child of God, the next moment the judgment might start. ദൈവപൈതലെ ഒരുപക്ഷെ അടുത്ത നിമിഷത്തിൽ ദൈവത്തിന്റെ ന്യായവിധി തുടങ്ങിയെന്ന് വന്നേക്കാം. Tonight Jesus has come, tomorrow is going to be your judgment day. ഇന്ന് യേശു വന്നാൽ നാളെ നിന്റെ ന്യായവിധിയുടെ ദിനമായേക്കാം. And Jesus might come any moment in your life. യേശു നിന്റെ ജീവിതത്തിൽ ഏതൊരു നിമിഷവും വന്നേക്കാം. Whether this evening or the midnight or early morning or the cockcrowing, he may come any moment. ഒരുപക്ഷെ യേശു ഇന്ന് സന്ധ്യാസമയത്തോ അർദ്ധരാത്രിയിലോ നാളെ പ്രഭാതത്തിലോ ആകാം It's വരുന്നത്. not just a theory, it's not just a faith, it's not just a doctrine, it's a fact. ഇതൊരു സത്യമായ ഇതൊരു ഉപദേശമായ ഒരു വിശ്വാസമായ ഒരു തിയറി അല്ല പറഞ്ഞിട്ടുള്ളത്. ഇതൊരു യാഥാർത്ഥ്യമായി We have പറഞ്ഞിരിക്കുന്നു. been hearing about the second coming of Jesus time and again, but we never given any importance to that. പലപ്പോഴും യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും നാം അതിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല. But no more time, dear brother and sister. എന്നാൽ പ്രിയ സഹോദര സഹോദരി, നമുക്ക് മുൻപിലധികം They സമയമില്ല. that call upon the Lord shall be saved, and the judgment will be averted in their life. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കപ്പെടുന്നവർ ഏവനും രക്ഷിക്കപ്പെടും, തങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യായവിധിയിൽ നിന്നും ഒഴിഞ്ഞിരിക്കും. For 2 seconds shall we all open our heart and mind and mouth and cry to God, the Lord save us from the coming judgment. 2 നിമിഷത്തേക്ക് മാത്രം നമുക്കെല്ലാവർക്കും കണ്ണുകൾ അടിച്ച് വരുവാനുള്ള ന്യായത്തിൽ നിന്നും രക്ഷ പ്രാപിക്കേണ്ടതിനായി ദൈവത്തെ നോക്കി കരഞ്ഞ് അപേക്ഷിക്കാം. Lord, I know the value of my time. ദൈവമേ, എന്റെ സമയത്തിന്റെ വില ഞാൻ My അറിയുന്നു. times are in your hand. എന്റെ കാലഗതികൾ നിന്റെ My കയ്യിലിരിക്കുന്നു. times are not in my hand. എന്റെ കാലഗതികൾ എന്റെ കയ്യിലല്ല. The next moment you may take me away from this world. ഒരുപക്ഷെ നാളെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെന്ന് With a വന്നേക്കാം. new resolution, if I fail to rectify my life, oh God, ദൈവമേ, ഒരു പുതിയ തീരുമാനത്തോടുകൂടി ഞാൻ എന്റെ ജീവിതത്തെ തിരുത്തി നിന്നിലേക്ക് മടങ്ങി I'll once forever be cast away from your presence. ഒരിക്കലും ഞാൻ നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടു പോകരുത്. My seniority cannot help me. എന്റെ സീനിയോറിറ്റിക്കിനെ സഹായിപ്പാൻ My കഴിയില്ല. good works cannot help me. എന്റെ സൽപ്രവൃത്തികൾക്ക് എന്നെ സഹായിപ്പാൻ കഴിയില്ല. Oh, only your mercy can help me, oh God. നിന്റെ കരുണയ്ക്ക് മാത്രം എന്നെ സഹായിപ്പാൻ കഴിയും All ദൈവമേ. these years, to the best of my belief, I served you. ഈ വർഷം മുഴുവനും ഞാൻ നിന്നെ സേവിച്ചു. Still, I know that there are many failures in my life. എങ്കിലും എന്റെ ജീവിതത്തിൽ പല പരാജയങ്ങളും ഉള്ളതായി ഞാൻ കാണുന്നു. Lord, you love me, and therefore this counsel has been given to me once again. ദൈവമേ, അങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം ഒരിക്കൽ കൂടി അങ്ങനെയൊക്കെ ആലോചന തന്നുവല്ലോ. I shouldn't reject your love for me. ഒരിക്കലും എന്നോടുള്ള നിന്റെ സ്നേഹത്തെ ഞാൻ തിരസ്കരിക്കരുതേ. Bear up with me for all my failures. എന്റെ പരാജയങ്ങളെല്ലാം നീ എന്നിൽ നിന്നും അകറ്റണമേ. Lord, have mercy on me. Give me a repentant heart, a penitent heart. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. അനുതാപമുള്ള മാനസാന്തരമുള്ള ഒരു ഹൃദയം അങ്ങനെയൊക്കെ Let തരണമേ. not harden my heart before the word of God. ദൈവവചനത്തിന് മുൻപാകെ ഒരിക്കലും ഞാൻ എന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുതേ. Those who are sitting on the chairs, kindly get up for a moment. കസേരയിൽ ഇരിക്കുന്ന ഏവരും ദയവായി ഒരു നിമിഷത്തേക്ക് എഴുന്നേറ്റ് Those who are നിൽക്കുക. seated on the floor, please be kneeled down for a moment. നിലത്തിരിക്കുന്നവർ എല്ലാവരും ദയവായി ഒരു നിമിഷത്തേക്ക് മുട്ടിന്മേൽ നിൽക്കാം. This is going to be a very precious moment God has graciously given to you. ഈ സമയം എന്നത് കൃപയാൽ ദൈവം നമ്മോട് കരുണ കാണിച്ച് നൽകിയിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട സമയമാണ്. Turn to God if you have gone far away from God. ദൈവമേ, ഞാൻ അങ്ങിൽ നിന്നും വിദൂരത്തായിരിക്കുന്നു നമുക്ക് ദൈവത്തോട് പറയാം. Your material needs or your sickness is not at all a matter for you. With your sickness you can go to heaven. നിന്റെ ഭൗമികമായ കാര്യങ്ങളോ നിന്റെ രോഗങ്ങളോ ഒരിക്കലും നീ ഒരു വിഷയം വലിയ കാര്യമായി കാണപ്പെടേണ്ട. രോഗിയെ തീർന്നാലും നിനക്ക് സ്വർഗത്തിൽ പോകുവാൻ കഴിയും. Focus on the coming judgment and what is going to come on your life. വരുവാനുള്ള ന്യായവിധി അഥവാ നിന്റെ ജീവിതത്തിൽ മേലാൻ സംഭവിക്കാനുള്ള കാര്യത്തിൽ മേൽ മാത്രം നിന്റെ ദൃഷ്ടി പതിക്കുക. And today ask the Lord only to help me escape the coming judgment and be found a citizen in the kingdom of heaven. ഇന്നു മുതൽ ഒരേ ഒരു കാര്യം മാത്രം നീ ദൈവത്തോട് അപേക്ഷിക്കുക. വല്ല വിധേനയും വരവനുള്ള ന്യായത്തിൽ നിന്നും ഞാൻ രക്ഷ പ്രാപിക്കണം. ആ സ്വർഗീയ പട്ടണത്തിൽ ഞാൻ If you വന്നെത്തേണം. cry to him right now, he is going to give you an assurance. I'm engraved you in my hand, and nobody can pluck you or snatch you away from my hand. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവം നിങ്ങളോട് ഇപ്രകാരം വാഗ്ദാനം ചെയ്യുന്നു. നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ആർക്കും തന്നെ എന്റെ കരങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല. Hallelujah, hallelujah. At the top